يا طيبة يا طيبة يا دوا العيان اشتقنا لك والهوى نادانا والهوى نادانا طيبة you are my messenger star. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزه ولمزه. أعوذ بالله من همزات الشياطين ونعوذ بالله أن يحضرون. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم قدوة المتقين وإمام المرسلين سيد الكونين والثقلين. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. मां बाप इस जहां में सबसे बड़ी है दौलत, सच पूछिए तो ये है दोनों खुदा की रहमत. चला जाता हूँ हंसता खेलता मौजे हवादित से, चला जाता हूँ हंसता खेलता मौजे हवादित से. अगर आसानियां हो तो जिंदगी दुश्वार हो जाए. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് ചേരൽ സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച മടായി KMCC-കാർ അവർ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇഖ്ലാസ് നൽകുകയും ആ പ്രവർത്തനങ്ങൾ സംരംഭങ്ങൾ അല്ലാഹു വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ബന്ധുമിത്രാദികൾ രോഗികളായ പ്രയാസപ്പെടുന്ന മുഴുവൻ രോഗികൾക്കും ഈ നിമിഷം അള്ളാഹു ശിഫ വിധിക്കുമാറാകട്ടെ. ഇന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ മുഅ്മിനാത്തുകൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും സ്വർഗീയ സുഖവും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുടുംബ ജീവിതത്തിന്റെ ഇസ്ലാമിക മാനം എന്ന വിഷയത്തിലാണ് ഇവിടെ ചർച്ച നടക്കാനുള്ളത്. 2 മണിക്കൂർ സമയങ്ങൾ ഇരിക്കോ? 12 മണിയാവും. സുബഹി ഖളാവുന്ന ഉറപ്പുള്ളവര് മുമ്പേ എഴുന്നേറ്റ് പോണം കേട്ടോ. വഅദ് കേട്ടിട്ട് സുബഹി ഖളാക്കി അല്ലാഹുവിനോട് ഇന്ന കുറ്റം പറയരുത്. അതിൽ ബാധകല്ല. ഏറ്റവും പ്രധാനമുള്ള നിസ്കാരമാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ഇതൊക്കെ. അപ്പോ സമയം വൈകുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം? ആ കാര്യം മനസ്സിലാക്കണം. കുടുംബ ജീവിതം എന്ന വിഷയം തന്നെ മക്കളെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ്, ചൈൽഡ് റെയറിംഗ്, മക്കളെ ഇസ്ലാമിക് വേ ഓഫ് പാരന്റിംഗ്,
കുട്ടികളെ എങ്ങനെ വളർത്തുക എന്ന് നമുക്കറിയില്ല. ആ വിഷയം അത് മാത്രം ഒരു ദിവസം പറയണം. ഞാനത് ഇന്ന് ടച്ച് ചെയ്യുന്ന പോലുമില്ല. അങ്ങോട്ടല്ല നമ്മുടെ ചർച്ച നടത്തുന്നത്. ഇന്ന് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ സംബന്ധിച്ച് ആണുങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗുരുതരമായ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതകളും കടപ്പാടുകളും. ഇത് അല്ലാഹു ചോദിക്കാൻ പോവാണ്. അത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മയായി, അവളൊരു ഭാര്യയായി, അവരൊരു പെൺകുട്ടിയായി, ഭർത്താവ് ഒരു യുവാവായി, ഒരു പുരുഷനായി, ഭർത്താവായി, ഒരു പിതാവായി, ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടവരാണ്. ആ വിഷയങ്ങളിലാണ് ഇന്ന് ചർച്ച നടക്കേണ്ടതുള്ളത്. ആമുഖമായി ഒന്നുകൂടെ പറയുന്നത്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പത്ര കട്ടിങ്ങുകളോ അല്ലെങ്കിൽ വാർത്തകളോ അല്ലെങ്കിൽ ചില ക്രൈം ഡിറ്റക്റ്റീവ് ന്യൂസുകളോ അതൊന്നുമല്ല നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യപ്പെടാറുണ്ട്. ഇസ്ലാമിക കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ചാടിപ്പോയ കുട്ടികളുടെ കഥയും കുറെ വ്യഭിചരിച്ച കഥകളും ഇത് നമ്മൾ പറയരുത്. കാരണം അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. നമ്മൾ പറയുന്നത് നമ്മുടെ മുൻ തലമുറകളിൽ കഴിഞ്ഞുപോയ മഹിതരായ ഉമ്മമാർ എങ്ങനെയായിരുന്നു. ഈ ഡിറ്റക്റ്റീവ് ന്യൂസുകളുടെയൊക്കെ പ്രശ്നം അതാണ്. തിന്മ നടന്നതിനെ രണ്ടാമത് റീക്യാപ്പ് ചെയ്യിപ്പിക്കുകയാണ് ആളുകളെ കൊണ്ട്. നടന്നത് എങ്ങനെയാണ്, അതിനെപ്പറ്റി ചിന്തിക്കാത്തൊരു കുട്ടിക്ക് പോലും അതിന്റെ സ്റ്റെപ്പുകൾ മനസ്സിലാവും. ഭയങ്കര ഗുരുതരമാണ്. പിന്നെ വാർത്താ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഖുർആനും ഹദീസും പഠിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരല്ല. അവർ ഡൂയിങ് ദെയർ പ്രൊഫഷൻ ആസ് ദേ ലൈക്ക്. അതുകൊണ്ട് നമ്മൾ none of our business to correct them. പക്ഷെ നമ്മൾ അതിന്റെ വ്യൂവേഴ്സ് ആണെങ്കിൽ നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കണം. നമ്മളത് കാണരുത്. മുസ്ലിം ഉമ്മത്തിലെ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇങ്ങനെ ചാടിപ്പോകലുകളോ ഒളിച്ചോട്ടങ്ങളോ ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്യണം, അതിന്റെ ഗുരുതരാവസ്ഥകൾ മനസ്സിലാക്കണം. പക്ഷെ ആ സംഭവങ്ങൾ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിലേക്കൊരു വേദന വരും. കേൾക്കുന്നവർക്ക്, അവരുടെ ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക്. എന്തിനാ നമ്മളത് ചെയ്യുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ നല്ല മാതൃകകൾ നമ്മൾ അറിയട്ടെ. ഉമ്മമാർ എങ്ങനെയായിരുന്നു, പെണ്ണുങ്ങൾ എങ്ങനെയായിരുന്നു, അത് നമുക്കറിയാൻ അവസരം ലഭിക്കുന്നില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് സമയം അനുവദിക്കുമെങ്കിൽ ആ ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്വഹാബികളിലും താബിഈങ്ങളിലും കഴിഞ്ഞുപോയ മഹിതരായ ഉമ്മമാർ, നല്ല നല്ല ഭാര്യമാർ, അവരെന്ത് ചെയ്തു, അവരെങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയുമ്പോ പടച്ചോനെ എനിക്കും അങ്ങനെ ഒന്നും ആയാൽ തരക്കേടില്ലല്ലോ. അന്നത്തെ ഭർത്താക്കന്മാർ എങ്ങനെയായിരുന്നുവെന്ന് അറിയുമ്പോ നമുക്കും അല്ലാഹുവേ എനിക്കൊന്ന് അങ്ങനെ ആകാമല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് വന്നാൽ അൽഹംദുലില്ലാ, ഈ ഇരിക്കുന്നത് ലാഭമായി. നിങ്ങൾ വന്നത് ലാഭത്തിലായി. അല്ലാഹു തആല നമുക്കത് ഉപകാരപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുർ റൂം, وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَتَفَكَّرُونَ. കുടുംബമായി ജീവിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഒരു ആചാരം അല്ല, അത് അള്ളാഹു മനുഷ്യ സമൂഹത്തിന് നിർണയിച്ചു വെച്ച അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് മാത്രമോ, വമിൻ ആയാതിഹി, ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ ആകാശത്തും ഭൂമിയിലും മണ്ണിലും വിണ്ണിലും അള്ളാഹു തആല നമുക്ക് ചൊരിച്ചു നിർത്തിത്തന്നതുപോലെ ഏറ്റവും വലിയ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തമാണ് പോൽ അൻജഅല ലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് ആശ്വാസം തരാൻ ഭാര്യമാരെ, ഇണകളെ അള്ളാഹു തന്നതും വമിൻ ആയാതിഹി, ദൃഷ്ടാന്തമാണ്. ആയാത്ത് എന്നൊക്കെ പറഞ്ഞ എന്താണ്? അള്ളാഹുവിനെ മനസ്സിലാക്കി തരുന്ന അത്ഭുതമാണെന്നാണ് ഭാര്യ ഭർത്തൃ ജീവിതം. ലിതസ്കുനൂ ഇലൈഹാ, ആ ഭാര്യയിലേക്ക് നിങ്ങൾ ചെന്ന് പ്രാപിച്ച് അവളിലൂടെ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ. നമ്മളൊക്കെ മനുഷ്യന്മാരാ. മനുഷ്യരുടേതായ
ശാരീരിക ആവശ്യങ്ങളുള്ളവരാണ്, വികാരങ്ങളുള്ളവരാണ്, ബോധങ്ങളുള്ളവരാണ്, സെന്റിമെന്റ്സുകളുള്ളവരാണ്. അള്ളാഹു അതിന് വഴിവെച്ചിരിക്കുകയാണ്. ഇവിടെ സീറ്റ് ഫ്രണ്ടിൽ ഒഴിവുണ്ട് കേട്ടോ. നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ സൈഡിലൊക്കെ സീറ്റ് ഉണ്ട്. അള്ളാഹുവിന്റെ പ്രയോഗം എന്താണ്? അവളിലേക്ക് ചെന്നു ചേരാൻ, അവളിലേക്ക്. ഇലൈഹ, ഇതിനൊക്കെ വല്ല അത്ഭുതമുണ്ടോ? ഉണ്ട്. ഭാര്യയോടൊപ്പം ജീവിച്ച് സമാധാനം കിട്ടാൻ എന്നല്ല. സക്കൻ എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ്, നല്ല മനസ്സമാധാനം. ഇലൈഹ, ഈ സമാധാനത്തിന് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനമുള്ളൂ. ഭാര്യ അവിടെ കെട്ടിയവളുണ്ട് നാട്ടിൽ, അവൻ തോന്നിയതുപോലെ ജീവിക്കാൻ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മനസ്സമാധാനം അള്ളാഹു അവർക്ക് നൽകുകയില്ല. എന്തേ? സമാധാനത്തിന് അള്ളാഹു ഇലൈഹ, അവളിലേക്ക്. അവളുടെ കൂടെ വേറെ അല്ല, അവളവിടെ ഉണ്ടായി വേറെ വഴി അല്ല, അവളിലേക്ക് മാത്രം. നിന്റെ വിചാരങ്ങളും വികാരങ്ങളും അള്ളാഹു പറഞ്ഞ രീതിയിൽ നിർവഹിക്കാൻ നീ സമീപിക്കും. നിന്റെ ഭാര്യയാണ്, അവിടെയാണ് അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നൽകുന്നത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അതുമാത്രമോ നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അല്ലാഹു തആല മവദ്ദതൻ, സ്നേഹവും, വറഹ്മ, കാരുണ്യവും അല്ലാഹു തന്നുവല്ലോ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ഭാര്യ ഭർത്താക്കന്മാരാകുന്നത്. അങ്ങനെയാണ്. ഇംഗ്ലീഷുകാരനെ പോലെ ഡേറ്റിങ്ങോ കൂടെ നടക്കലൊന്നും ഇല്ലല്ലോ. നമ്മൾ ആലോചിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, കുടുംബങ്ങൾ ചെന്ന് കാണുന്നു, പുതിയാപ്പിള ചെന്ന് കാണുന്നു, നിശ്ചയിച്ചു, അൽഹംദുലില്ലാഹ് നിക്കാഹാവട്ടെ. ഇതാണ് ഇസ്ലാമിന്റെ വിവാഹം. സോഷ്യോ സൈക്കോളജിസ്റ്റുകൾ അത്ഭുതപ്പെട്ടു പോയ വിഷയമാണ്. ഇസ്ലാമിക ലോകത്ത് എങ്ങനെ അത് വിജയിക്കുന്നത്? അവര് ചിന്തിച്ചൊരു പെണ്ണിന്റെ കൂടെ നടന്ന് അവളെ മനസ്സിലാക്കിയിട്ടല്ലേ കല്യാണം കഴിച്ചേ വിജയിക്കുള്ളൂ. പക്ഷേ 95% ഇത്തരം വിഷയങ്ങൾ 5 വർഷത്തിനിടയിൽ ഡിവോഴ്സിൽ കലാശിക്കുന്നവയാണ്. എന്തേ വിജയിക്കാത്തത്? അള്ളാഹുവിന്റെ മൻഹജിന് വിരുദ്ധമാണ്. മുസ്ലിമിന് എന്ത് നിർബന്ധമാണോ അത് മുസ്ലിമിന് നിർബന്ധമാണ്. നമുക്ക് അങ്ങനെ മനസ്സിലാക്കണം. ഹിന്ദുക്കൾക്കാവാം, മുസ്ലിങ്ങൾക്ക് അല്ല, എല്ലാവർക്കും ഒരുപോലെയാണ് അള്ളാഹുവിന്റെ നിയമം. പക്ഷെ അതവര് റിഗാർഡ് ചെയ്യുന്നുണ്ടാകാം, ചിലരത് നെഗ്ലക്ട് ചെയ്യുന്നുണ്ടാകാം. ഇറ്റ്സ് അപ് ടു ദം. അള്ളാഹു പറയുന്നത് ഇങ്ങനെയേ പറ്റുള്ളൂ എന്നാണ്. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ മവദ്ദ, സ്നേഹം അള്ളാഹു തന്നുവല്ലോ. ഇതാണ് അത്ഭുതം. ഒരു പരിചയമില്ലാത്ത ആളുകൾ കല്യാണം കഴിഞ്ഞപ്പോ എന്തൊരു സ്നേഹം മനസ്സുകൾ തമ്മിൽ. വറഹ്മ, കാരുണ്യവും. ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? കാരുണ്യം അല്ലെങ്കിൽ സ്നേഹം, രണ്ടിപ്പോ ഒന്നല്ലേ? അല്ല, സ്നേഹത്തോടൊപ്പം കാരുണ്യം. കുടുംബബന്ധം ശിഥിലമാകാതിരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ലിതസ്കുനു ഇലൈഹ, ആശ്വാസത്തിന്റെ ഒരു വഴി തന്നപ്പോ ആ വഴിയിലൂടെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ആശ്വാസം കിട്ടുന്നില്ല. മവദ്ദതൻ, നിങ്ങൾക്ക് അല്ലാഹു സ്നേഹം നൽകിയിട്ടുണ്ടല്ലോ. ആ സ്നേഹത്തിന്റെ പേരിൽ ചീറ്റലുകളില്ലാതെ, കുടുംബ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം. സ്നേഹമില്ല. വറഹ്മ, കാരുണ്യം. മനുഷ്യനെന്ന് പോലെ കാരുണ്യം. അവളൊരു പെണ്ണല്ലേ എന്ന ബോധം, അവളൊരു പെണ്ണല്ലേ എന്ന ചിന്ത കാരുണ്യത്തിൽ നിന്ന് ജന്യമായ തോന്നലാണ്. ആ കാരുണ്യത്തിലൂടെയെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം. അപ്പോ ആശ്വാസവും നഷ്ടപ്പെട്ട്, സ്നേഹവും നഷ്ടപ്പെട്ട്, കാരുണ്യവും നഷ്ടപ്പെട്ടാൽ പിന്നെയാണ് ത്വലാഖിന്റെ വഴിയിലേക്ക് പോകുന്നത്. ഇവർ പിരിയലാണ് ഖൈർ. അതുവരെ ഈ 3 കയറുകളിൽ അള്ളാഹു കുടുംബങ്ങളെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. വമിൻ ആയാതിഹി, ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. സ്നേഹം, ശാരീരികമായ ആഗ്രഹങ്ങൾ നടക്കുന്ന കാലത്തെ ആ ഒരു ശാരീരികമായ ഒരു വിധത്തിൽ ശരീരത്തെ സ്നേഹിക്കുന്ന കാലങ്ങൾ ഉണ്ടാവുക. അങ്ങനെയാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ കാരുണ്യമാണ്. ഒരു കവിത വായിച്ച് ശരി വന്നു. മുഹബ്ബത്ത് ജിന്ദഗി മേ ഫർസ് വാജിബ് ഹം നഹീ കഹത്തെ, മുഹബ്ബത്ത് ജിന്ദഗി മേ ഫർസ് വാജിബ് ഹം നഹീ കഹത്തെ, ജവാനി മേ മഗർ ഹാ മുസ്തഹബ് മാലൂം ഹോത്തി ഹൈ. ജീവിതകാലത്ത് സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ഫർളാണോ വാജിബാണോ എന്നൊന്നും ഞാൻ പറയണില്ല. ചെറുപ്പക്കാരെ കോലം കണ്ട അത് വല്ലാത്ത സുന്നത്താണെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇപ്പൊ കവി പറയുന്നത്. ചെറുപ്പക്കാരുടെ ജീവിതം കാണുമ്പോൾ അത് സുന്നത്താണെന്ന് തോന്നുന്നുണ്ട്.
ജീവിതകാലത്ത് സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ, ആ സ്നേഹം വാജിബാണെന്ന് ഞാൻ ഹം മുഹബ്ബത്ത് ജിന്ദഗി മേ ഫർസ് വാജിബ് ഹം നഹീ കഹത്തെ ജവാനി മേ മഗർ ഹാ മുസ്തഹബ്. മുസ്തഹബ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് മഅലൂം ഹോത്തി ഹൈ. യൗവന ചെറുപ്പക്കാലത്ത് ആ ഒരു മവദ്ദത്ത് ഉണ്ടാവും. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ ആ മവദ്ദത്ത് കഴിയാൻ പിന്നെ അവർക്ക് പിന്നെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറുമായിട്ട് ശാരീരിക ആവശ്യങ്ങളല്ല പിന്നെ അവിടെയുള്ളത്. അള്ളാഹു അവർക്കിടയിൽ ഒരു കാരുണ്യം വെച്ചിരിക്കുകയാണ്. എന്നാലും ആ ഭാര്യയ്ക്ക് വൃദ്ധനായ ഭർത്താവിന് വൃദ്ധയായ തന്റെ ഭാര്യയോട് അള്ളാഹു ഒരു അടുപ്പം വെച്ചിട്ടുണ്ട് കാരുണ്യത്തിലൂടെ. അത് മരണം വരെ നിലനിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് ദൃഷ്ടാന്തമാണ്. സൂറത്തുർ റൂം അള്ളാഹു തആല പറയാം. കുടുംബജീവിതം ഭാര്യയും ഭർത്താവും മാത്രമാണോ കുടുംബം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ആരൊക്കെ പെടുന്നുണ്ട്? ഉമ്മയും വാപ്പയും. എക്സ്റ്റൻഡഡ് ഫാമിലികളും ന്യൂക്ലിയർ ഫാമിലികളും ഒക്കെ ഉള്ള കാലമാണ്. നമ്മൾ പ്രത്യേകിച്ച് തിരുത്തി പറയേണ്ടി വരും. പക്ഷേ കുടുംബം എന്ന് പറയുമ്പോ ഉമ്മ വാപ്പ വേണം അവിടെ, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഭാര്യയും ഭർത്താവും അവരുടെ മക്കൾ. നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒരു കൊച്ചു എക്സ്റ്റൻഡഡ് ഫാമിലിയെ സങ്കല്പിക്കാം. ഉമ്മ വാപ്പ മകൻ, മകന്റെ ഭാര്യ, അവരുടെ മക്കൾ. ചുരുക്കി പറയാം, കല്യാണത്തിന് ശേഷം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നവരുണ്ട്. വിവാഹശേഷം കുടുംബ ബന്ധങ്ങൾ തകരുന്നവരുണ്ട്. ഉമ്മായോട് മിണ്ടാത്തവരുണ്ട്, വാപ്പയോട് മിണ്ടാത്തവരുണ്ട്, പിണക്കത്തിന്റെ പേരിൽ മാറി താമസിക്കുന്നവരുണ്ട്. ഇത് പറ്റുമോ? നമ്മൾ ഭാര്യയാണ്, ഭർത്താവാണ്, പക്ഷെ നാളെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉമ്മയാണ്, വാപ്പയാണ്. നമ്മുടെ പേരമക്കൾക്ക് നമ്മൾ വല്ലിപ്പയാണ്, വല്യമ്മയാണ്. സ്വന്തം ഉമ്മയെ വാപ്പയെ അവരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മസ്അലയും അള്ളാഹുവിനെ ചർച്ച ചെയ്യാനില്ല. മാതാപിതാക്കളോടുള്ള കർത്തവ്യം, അതിന്റെ ബാധ്യതയും അതിന്റെ ആവശ്യകതകളൊക്കെ ദീർഘമായി ചർച്ച ചെയ്യേണ്ട ഭാഗമാണ്. പക്ഷേ ഇന്ന് ഒരൽപ്പ ഭാഗങ്ങൾ നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വരുന്നു. നബിയെ, എനിക്ക് ഹിജ്റ പോകണം. ഹിജ്റ എന്ന് പറഞ്ഞാൽ മദീനയിലേക്ക്, മക്കയിൽ നിന്ന് മദീനത്തേക്ക് 450 കിലോമീറ്റർ നടന്നുപോയ ഹിജ്റ. എനിക്ക് പോണം നബിയെ, ഞാൻ റെഡിയാണ്. ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് ഹിജ്റയെ മോഹിച്ചു വന്നതാണ്. എന്റെ മാതാപിതാക്കൾ കരയുകയാണ് നബിയെ, ഞാൻ അവരെ നിർത്തിയിട്ട് ഹിജ്റക്ക് തയ്യാറായി വന്ന മകനാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? തിരിച്ചു പോണം. അവരെ നീ കരയിപ്പിച്ചതിനു പകരം അവരെ നീ ചിരിപ്പിക്കുക ചെന്നിട്ട്. അതാണ് നിന്റെ ഹിജ്റ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്റജഹു ശൈഖാൻ സഹീഹുൽ ബുഖാരി മുസ്ലിമുള്ള ഹദീസാണ്. നീ അവരെ കരയിപ്പിച്ചില്ലേ, പോയി ചിരിപ്പിക്കുക, അതിന്റെ പ്രായശ്ചിത്തം ചെയ്യ്, നീ അവരുടെ കൂടെ ജീവിക്കുക. അവർക്കത് വിഷമമാണെങ്കിൽ പോകല്ലേ. ഗൾഫിലേക്ക് വരാൻ നമുക്ക് ആഗ്രഹമാണ്, പോരണം. പക്ഷെ ഉമ്മയും വാപ്പയും പറയുന്നു പോകണ്ട. അങ്ങനെ പറയണ ഉമ്മയും വാപ്പയും ഇപ്പൊ കുറവാണ്. മോനെ 4 കാശുണ്ടായിട്ട് വാ മോനെ, തേരാ നടന്നിട്ട് ഒരു കാര്യമില്ല. ഏതെങ്കിലും ഒരു ഉമ്മാക്കും വാപ്പാക്കും മകനെ മിസ് ചെയ്യാൻ, മകൻ പോവരുത്, മകൻ പോവണ്ട എന്ന ആഗ്രഹമാണ്. ഒരു കടബാധ്യതയോ അള്ളാഹുവിന്റെ മുമ്പിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമോ ഇല്ലെങ്കിൽ അയാൾ പോകാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മ വഫാത്താകുന്നവരെ ഹജ്ജ് ചെയ്തില്ലെന്നാണ് ചരിത്രം. ഉമ്മ വഫാത്താകുന്നവരെ ഹജ്ജ് ചെയ്തില്ല. എന്തേ? ആ ഉമ്മയുടെ കൂടെയാണ്. എപ്പോഴും ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, അസ്സലാമു അലൈകി യാ ഉമ്മത്താ, ഉമ്മ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ ഉമ്മ, റഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം. അപ്പൊ ഉമ്മാന്റെ വക ഇങ്ങോട്ട് വഅലൈക യാ ബുനയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നിങ്ങൾക്ക് ഉണ്ടാകട്ടെ മോനെ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും. വീട്ടിൽ നിന്ന് പുറത്തു വീട്ടിലേക്ക് കടന്നു വരുമ്പോ പറയാണ് ഉമ്മായോട്. അപ്പോ അബൂ ഹുറൈറ തങ്ങൾ ഉമ്മാനോട് അങ്ങോട്ട് റഹിമക്കല്ലാഹ് റഹിമക്കില്ലാഹു കമാ റബ്ബൈതനി സഗീറ, കൊച്ചുകുട്ടിയായിരുന്നപ്പോ എന്നെ നിങ്ങൾ നോക്കി വളർത്തിയില്ലയോ ഉമ്മ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ ഉമ്മ തിരിച്ച് മോനെ
റഹിമകല്ലാഹ് കമാ ബറർതനി കബീറ, ഞാൻ വലുതായപ്പോ നീ എനിക്ക് ഗുണം ചെയ്തില്ല മോനെ, നിനക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇത് പറയാതെ പുറത്തും അകത്തും പോകില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ലം യഹുജ്ജ ഹത്താ മാതത് ലിസുഹ്ബതിഹാ, ഉമ്മാന്റെ കൂടെ നിന്നിട്ട് ഹജ്ജ് പോലും വൈകിച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഉമ്മയെ വിട്ടുപോയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ നമുക്ക് ഉമ്മ തന്നെയാണ്. ഉമ്മ തന്നെയാണ്. ഉമ്മയെ ഉപ്പയെയും പറ്റി അറിയേണ്ടത് റിളർ റബ്ബി ഫീ റിളൽ വാലിദ് വസഖത്തുർ റബ്ബി ഫീ സഖത്തുൽ വാലിദ്. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹിബ്ബാൻ, ഇമാം ഹാക്കിം എന്നവർ അലാ ശർത്തി മുസ്ലിം സഹീഹായ ഹദീസ്. അല്ലാഹു നമ്മളോട് തൃപ്തിയുണ്ടോ, അല്ലാഹുവിന് നമ്മളോട് ദേഷ്യമുണ്ടോ എന്നറിയാൻ എളുപ്പമാണെന്നാണ്. അതിന് വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ എവിടെന്നാണ് ഇപ്പൊ ആ മെസ്സേജ് കിട്ടുക? നിന്റെ ഉമ്മയുടെ മുഖത്ത് നിന്ന്, നിന്റെ വാപ്പയുടെ മുഖത്ത് നിന്ന്. നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നിന്നോട് ഇഷ്ടമാണോ? അത് അല്ലാഹു നിന്നോട് ഇഷ്ടമാണെന്നതിന്റെ അടയാളമാണ്. ഉമ്മാക്കും വാപ്പാക്കും ദേഷ്യമുണ്ടോ? അല്ലാഹുവിന് നിന്നോട് കോപമാണെന്നതിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയും വാപ്പയും നന്നായിട്ട് നോക്കണം. ചില ആളുകൾ നോക്കുന്നുണ്ട്, ഉമ്മ ആധാരം, ആ റോഡ് സൈഡിന്റെ അടുത്തുള്ള 50 സെന്റ് ഇത് കിട്ടാൻ വേണ്ടി ഉമ്മാനോട് ഭയങ്കര സോപ്പാണ്. ഇമാമുന ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഗസ്സാലി ഇമാമൊക്കെ അത് എങ്ങനെ അറിഞ്ഞു? സുബ്ഹാനല്ലാഹ്. ഗസ്സാലി ഇമാം പറയാണ്, സുബ്ഹാനല്ലാഹ്, ലാ യജൂസു ലഹു അൻ യുറാഇ ബിതാഅത്തിൻ. ഉമ്മാക്കോ വാപ്പാക്കോ എന്തെങ്കിലും ഒരു സേവനം ചെയ്ത ആളുകളെ കാണിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാതെ, അത് ആഗ്രഹിക്കാതെ ഉമ്മാനെ ഹജ്ജിന് കൊണ്ടുപോവാ. എന്താ ലക്ഷ്യം? ഒന്നുമില്ല, ഉമ്മ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടേ ഒന്ന് ഒപ്പിട്ടേരണട്ടോ. ആ മോനെ ഉമ്മ ഒപ്പിട്ടരാ, ഉമ്മാനെ ഹജ്ജിന് കൊണ്ടുപോയാൽ മതി. അപ്പം വാങ്ങാൻ പോകുന്നതിന്റെ 100-1 ഉണ്ടാവുള്ളൂ ഉമ്മാക്ക് ഹജ്ജിന്റെ ചെലവ്. പക്ഷെ ഇവൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്, ഈ ഗുണം ചെയ്യുന്നത്. മാതാപിതാക്കളടുത്ത് സ്ഥാനം കിട്ടാൻ വേണ്ടി ഒരു ഉപകാരം ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യൽ അനുവദനീയമല്ല. എന്റെ മഅസിയത്തുൻ ഫിൽ ഹാൽ, അവനെ കൊണ്ടുപോകുന്ന ഹജ്ജിന് കൊണ്ടുപോകുന്നതോ ഉംറക്ക് കൊണ്ടുപോകുന്നതോ മഅസിയത്തുൻ, അത് തെറ്റാണ്. എന്തേ തെറ്റ്? അള്ളാഹ്ക്ക് വേണ്ടിയല്ല അവൻ ഈ ചെയ്യുന്നത്. അവൻ ആളുകളെ പൈസ കയ്യിലാക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. ലാ യജൂസ്, ചെയ്യരുത്. ഉമ്മാക്കും അപ്പാക്കും അള്ളാന്റെ കൂലി കിട്ടാൻ വേണ്ടി ചെയ്തോ, കാലശേഷം കിട്ടിയോ, അനന്തരണ്ടെങ്കിൽ നീ എടുത്തോ, നിന്റെ അവകാശം ഇല്ലേ, അല്ലാഹു തആല കൂലി തരും. ഇതിനാണ് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, അയ്യുന്നാസി അലമു ഹഖ്ഖൻ അലൽ മർഅ, ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ആരെയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താ മറുപടി? സൗജുഹാ, അവളുടെ ഭർത്താവാണ്. ഏറ്റവും കൂടുതൽ ഒരു പെണ്ണിനോട് കടപ്പാടുപെട്ടത് അവളുടെ ഭർത്താവാണ്. ഫഅല റജുൽ, അപ്പൊ പുരുഷനോ? ഉമ്മുഹു, അവന്റെ ഉമ്മയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമാണ്, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവാണ്. ഇൻഷാ അല്ലാഹ് വഴിയെ വേറെ ചില നിയമവിഷയങ്ങളൊക്കെ പറയാനുണ്ട്. അല്ലാഹു തആല സ്വർഗ്ഗമുണ്ടെന്നല്ലേ പറഞ്ഞു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി സമ്മതം ചോദിച്ചു വന്ന സ്വഹാബിയോട് പറഞ്ഞ വാക്കാണ് ഫൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ. ഉമ്മാന്റെ അടുത്ത് പോയിക്കോ, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്നൊരു ഹദീസ് പോലെ പറയാറുണ്ട്. അത് ഹദീസ് അല്ല, നല്ലൊരു വചനമാണ്, സ്വഹാബത്തിന്റെ ആരുടെയും ഖൗലായി. അത് ഹദീസ് അല്ല, പക്ഷേ അതേ അർത്ഥമാണ്. ഫൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ. ഇത് സ്വഹീഹായ ഹദീസാണ്, ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉമ്മാന്റെ കാലിന്റെ താഴെയാണ് സ്വർഗ്ഗമുള്ളത്. ഹദീസ് ദഈഫ് എന്ന് പറഞ്ഞ, അത് ഹദീസ് അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞത് ഒഴിവാക്കിയിട്ടേ ഉമ്മാന്റെ സേവനം നിർത്തിവെക്കണ്ട. ആ ആശയം ഒരുപിടി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ പറഞ്ഞ ആ വാക്കുകൾ ഹദീസിൽ വന്നിട്ടുള്ളതല്ല എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്, ഇബ്നു അബ്ബാസ് തങ്ങൾ സ്വഹാബികളിൽ പ്രധാനിയാണ്, വിശുദ്ധ ഖുർആന്റെ മുഫസ്സിറാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇബ്നു അബ്ബാസ് തങ്ങളോട്, എന്താ പ്രശ്നം?
ഇബ്നു അബ്ബാസ് എന്നവരെ, എനിക്കൊരു പെണ്ണിനോട് വലിയ സ്നേഹമായിരുന്നു, പക്ഷേ അവൾ എന്നെ കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞു. കല്യാണം കഴിക്കൂല എന്ന് മാത്രല്ല, അവൾ വേറെ ഒരാളെ കല്യാണം കഴിക്കുകയും ചെയ്തു. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു, ഞാൻ അവളെ പോയി വധിച്ചു എന്ന് ഈ മനുഷ്യൻ. എനിക്ക് പശ്ചാത്താപമുണ്ടോ? എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കോ? ഞാനത് വല്ലാത്ത തെറ്റാണല്ലോ ചെയ്തു പോയത്. ഒരാൾ വന്ന് ചോദിക്കുകയാണ്. ഉടനെ ചോദിച്ച, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഉമ്മ മരിച്ചു. എന്നാ പൊയ്ക്കോ, അള്ളാഹുലേക്ക് ഖേദിച്ച് സങ്കടപ്പെട്ട് അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിക്കോ, ധാരാളം ഇബാദത്ത് ചെയ്ത് ജീവിച്ചോ എന്ന് ഈ മനുഷ്യനോട് പറഞ്ഞേക്കാൻ. ഈ മനുഷ്യനെ പറഞ്ഞയച്ചപ്പോ തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങൾ, അല്ല നിങ്ങൾ എന്റെ ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചത് അല്ലെ, തൗബുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉമ്മ ഉണ്ടോന്നാണല്ലോ നിങ്ങൾ തിരിച്ച്, അതെന്തേ നിങ്ങൾ ചോദിക്കാൻ കാരണം? ഉമ്മാക്ക് സേവനം ചെയ്യുന്നതിനേക്കാളും വലിയ ഒരു നന്മ വേറെയുണ്ടെന്ന് എനിക്കറിയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇവിടെയാണെങ്കിലും നമ്മള് ഭാര്യ മക്കളോട് സംസാരിക്കുകയാണ്, ഉമ്മയോട് വാപ്പയോട് അവരുടെ ഹഖ് നമ്മൾ നിർവഹിച്ചിട്ട് ശേഷം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാവിന്റെ മനസ്സ് വേദനിപ്പിക്കൽ അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. വമൻഅൻ വഹാത്തിൻ, ആളുകൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കാതിരിക്കുകയും തനിക്ക് അവകാശമില്ലാത്തത് വാങ്ങിക്കുകയും ചെയ്യുന്ന പരിപാടികളും അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. മൻഅൻ വഹാത്തിൻ, ആളുകൾ കൊടുക്കുന്നത് കൊടുക്കാതിരിക്കുക, തനിക്ക് അവകാശമൊന്നുമല്ല അത് ചോദിച്ചു വാങ്ങുക. ഇപ്പൊ സ്ത്രീധനൊക്കെ ഇപ്പൊ അങ്ങനെയാണ്, നിക്കാഹിന്റെ പേരിൽ ഈ പൈസ വാങ്ങുന്നത്. ഒരു ന്യായം അതിനില്ല. പൊന്നു കൊടുത്തു കല്യാണം കഴിച്ചോന്ന് അല്ലാഹു തആല പറഞ്ഞു. മൻഅൻ വഹാത്ത്, ഹാത്ത് എന്ന് പറഞ്ഞിട്ട് പോരട്ടെ എന്നാ. എന്താ, ഞാൻ പുതിയാപ്പിളയാണ് എന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോ എനിക്ക് കുറച്ച് എന്ത് കിട്ടണം? നീ കൊടുക്കേണ്ട ആളാണ്, പെണ്ണിന് കൊടുക്കേണ്ട ആളാണ്, മഹർ കൊടുക്കേണ്ട ആളാണ്. മൻഅൻ വഹാത്ത് ചെയ്യരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വവഅദൽ ബനാത്ത്, അപ്പൊ ആൾക്കാരെ അടക്കം ഇങ്ങനെ പഠിച്ചവനെ ഇനിയിപ്പോ ഇരുന്ന ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് പോകല്ലേ, ഇരിക്കണം, കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. തെറ്റ് സംഭവിച്ചു പോയത് അള്ളാഹു പുറത്തിരുമാറാകട്ടെ. പക്ഷെ നമ്മൾ ഈ ഏർപ്പാടൊക്കെ നിർത്താൻ ഞാൻ ഇനി എന്താ നിർത്തുക? മകനെ കല്യാണം കഴിക്കുമ്പോ വാപ്പ കച്ചവടം ഉറപ്പിക്കുക, അമ്മാവന്റെ വക. ഈ അമ്മാവന്മാർക്ക് എന്താണ് ഈ റോൾ എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മാവനാണ് ഇടങ്കോലിടുക. മകനും വേണ്ട സ്ത്രീധനും, ഉമ്മാക്കും വേണ്ട വാപ്പാക്കും വേണ്ട. അമ്മാവനൊരു പൂതിണ്ട്, അമ്മാവ നരകത്തേക്ക് പോണ പണിയെടുക്കണോ? അവകാശമില്ലാത്തത് ചോദിച്ചു വാങ്ങൽ, ഇതാണ് ഹാത്ത് എന്ന് പറയാ. കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കൽ അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കി. മാതാവിനെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞ ഹദീസിന്റെ കൂടെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺമക്കളെ കുഴിച്ചു മൂടുന്നത്, ഭ്രൂണഹത്യ ചെയ്യുന്നത്, മക്കളെ കൊല്ലുന്നത്, കേട്ടതും ആരൊക്കെയോ പറഞ്ഞതും നിങ്ങൾ വിളിച്ചു പറയൽ. ഖീല വഖാൽ, അൺനോൺ സോഴ്സ്, ആര് പറഞ്ഞു അറിയില്ല, ഏതോ ഒരു കാരനെ വിളിച്ചു പറയാ, എന്തെങ്കിലും ആളെ പറ്റി കമന്റ് പറയാ. എവിടുന്ന് കിട്ടി? ഇതൊക്കെ എല്ലാവർക്കും അറിയില്ല, നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ലേ? എവിടുന്ന് കേട്ടു? അതിനൊരു സോഴ്സും ഇല്ല. ആരൊക്കെയോ പറഞ്ഞത്, ചെവിയിലൂടെ കേൾക്കുന്നതൊക്കെ മനുഷ്യന്മാരെ വിളിച്ചു പറയൽ ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കസറത്തുസ്സുആൽ, ചോദ്യങ്ങൾ ആവശ്യമില്ലാതെ അങ്ങനെ ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുക, അനാവശ്യ ചോദ്യങ്ങൾ. വഇദാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കലും അല്ലാഹു ഹറാമാക്കി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സേവനം ചെയ്യണം എന്നാ പറഞ്ഞത്. പിന്നെ ഏതായാലും ഉമ്മാനും വാപ്പാനും ചീത്ത പറയൂല, അത് ഏതായാലും പാടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, ഇന്ന മിനൽ കബായിരി ശതുമുർ റജുലി വാലിദൈഹി, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് സ്വന്തം ഉമ്മയെയും വാപ്പയെയും ചീത്ത പറയൽ. അപ്പൊ അന്നത്തെ സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഹൽ യസ്തിമുർ റജുലു വാലിദൈഹി, മാതാപിതാക്കളെ ഏതെങ്കിലും ഒരാൾ ചീത്ത പറയുമോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു, ഇന്നാണ് പറയണേ നമ്മൾ മിണ്ടാതെ കേൾക്കും. പറയരുത് എന്നല്ലേ, പറയരുത്, ആയിക്കോട്ടെ, പറയോന്നാ അന്ന് ചോദിക്കണത്. അങ്ങനെ സംഭവിക്കോ നബിയേ? സുബ്ഹാനല്ലാഹ്.
പ്രായപൂർത്തിയായ മകനോട് ഉമ്മാക്കും വാപ്പാക്കും സംസാരിക്കാൻ പേടിയാണ് ഇന്നത്തെ കാലം. എത്രയോ ആൾക്കാരിങ്ങനെ വിഷമം പറയും. +2 പഠിക്കണ മോള പറഞ്ഞിട്ട് കേൾക്കണില്ല, ആര് പറഞ്ഞിട്ട് കേൾക്കണില്ല, ഉമ്മ പറഞ്ഞിട്ട് കേൾക്കണില്ല, പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കുവോ? വാപ്പാക്ക് മകനോട് പറയാൻ പേടി. മകനൊരു ജോലിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അറ്റൻഷനാ. പറഞ്ഞ മോനെ നീ പറയണത് പോലെ. എന്തിനാണ് ഈ പേടി? ആരെയാണ് ഈ പേടിക്കുന്നത്? അവനവന്റെ ബീജത്തിൽ പിറന്ന ജന്മത്തിന് കാരണമായ ഉമ്മയും വാപ്പയും മക്കളെ പേടിക്കുന്നത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്വന്തം മക്കൾ എന്താ മക്കൾ ചീത്ത പറയുന്നു? തോന്നിവാസം പറയണ മക്കളെന്ന്. ഉപദേശിച്ചാൽ തോന്നിവാസം തിരിച്ചു പറയുന്ന മക്കൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സൽബുദ്ധി നൽകുമാറാകട്ടെ. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളെ ചീത്ത പറയൽ. അങ്ങനെ ചീത്ത പറയൂ നബിയെ? നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടല്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ചീത്ത പറയും. ആക്റ്റീവ് അല്ല, പാസീവ് ആയിട്ട്. ഇത് പാസീവ് അല്ല കേട്ടോ. ഒരാള് പുക വലിക്കുകയാണെങ്കിലും അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ പാസീവ് സ്മോക്കേഴ്സ് ആണെന്ന് പറയും അല്ലെ. വലിക്കണ നമ്മളല്ല, പക്ഷെ പുക നമ്മളും എടുക്കണ്ടല്ലോ. നീ നേരക്ക് നേരെ ഉമ്മയെ ചീത്ത പറഞ്ഞില്ല, എന്തേ സംഭവിക്കും? ഇവൻ ഏതെങ്കിലും ഒരുത്തന്റെ വാപ്പയെ ചീത്ത പറയും. അപ്പൊ അവന്റെ വാപ്പനെ പറഞ്ഞില്ലേ, അപ്പൊ അവൻ തിരിച്ച് ഇവന്റെ വാപ്പാനെ പറയും. അപ്പോ സ്വന്തം വാപ്പയെ ചീത്ത പറഞ്ഞു നീ, കാരണം നീയാണ്. എന്തേ? നീ മറ്റവനെ പറ്റി പറഞ്ഞപ്പോഴല്ലേ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മൾ മറ്റു ബിംബങ്ങളെ ചീത്ത പറയുന്നത് പറയാൻ കാരണം അതാ. മറ്റു ആരാധ്യ വസ്തുക്കളെ ചീത്ത ഹക്കും ബാത്തിനും പറഞ്ഞു കൊടുക്കണം, പക്ഷേ ചീത്ത പറയും. എന്തേ? നമ്മൾ ചീത്ത പറഞ്ഞാൽ അവർക്കത് ആരാധ്യ വസ്തുക്കളാണ്. അവര് നമ്മുടെ മഅബൂദ്, നമ്മുടെ ഇലാഹായ അല്ലാഹുവിനെ ചീത്ത പറയും. അപ്പൊ നമുക്കത് സഹിക്കൂല. അപ്പൊ പ്രശ്നം വരും. ആരാ തുടങ്ങി വെച്ചത്? നമ്മൾ തന്നെ. അത് ചെയ്യരുത്. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. യാ അല്ലാഹ്. അതുമാത്രമല്ല, ചീത്തപ്പേര് വരുത്തുന്ന പണികൾ ചെയ്തു വെക്കലും വൻ പാപമാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ കബായിരി ഇൻദല്ലാഹ് അൻ യസ്തതിബ്ബ അർറജുലു ലിവാലിദിഹി. യസ്തതിബ് എന്ന് പറഞ്ഞാൽ ചീത്തപ്പേരുണ്ടാകുന്ന പണി മക്കൾ ചെയ്തു വെക്കുക. ഇതാരെ മകനാ? കണ്ടില്ലേ, കുരുത്തം കെട്ട മക്കൾ. കുരുത്തം കെട്ട മക്കൾ എന്ന് പറഞ്ഞാൽ ആർക്കുണ്ടായ മക്കൾ? എന്തേ കാരണം? മക്കള് ചീത്തകർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ചീത്തപ്പേര് വരരുത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പെൺകുട്ടികളുടെ അരുതാത്ത നടപ്പുകൊണ്ട്, ആൺമക്കളുടെ തോന്നിവാസം കൊണ്ട് കുടുംബത്തിന് ചീത്തപ്പേര് വരുത്തൽ കബായിർ, വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ ബഹുമാനം പറഞ്ഞത്? ലാ തംശിയന്ന അമാമ അബീക്. വാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിലൂടെ ക്രോസ് ചെയ്ത് നടക്കരുത്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ലാ തംശിയന്ന അമാമ അബീക്. വാപ്പാന്റെ മുമ്പിലൂടെ ക്രോസ് ചെയ്ത് നടക്കരുത്, അച്ചടക്കക്കേടുണ്ടെങ്കിൽ. വലാ തജ്ലിസു ഖിബല. നേർക്ക് നേരെ ഫേസ് ടു ഫേസ് ഇരിക്കരുത്. വലാ തദ്ഉഹു ബിസ്മിഹി. വാപ്പാന്റെ പേര് വെച്ച് വിളിക്കരുത്. ഉമ്മാർക്കൊക്കെ വലിയ ആവേശം ഉണ്ടാവും. വാപ്പാന്റെ പേരെന്താ അറിയുമെന്ന് പറഞ്ഞ കുട്ടിക്ക് വാപ്പാന്റെ പേര് പഠിപ്പിച്ചു കൊടുക്കല്, എന്നിട്ട് വിളിപ്പിക്ക. അത് ചെയ്യണ്ട. വലുതായി കഴിഞ്ഞ ഏതായാലും അങ്ങനെയൊക്കെ വരും മുഅ്മിനീങ്ങൾ. അത് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. പാപ്പാന്ന് വിളിക്കുന്ന സ്ഥാനത്തെ ഇബ്രാഹിമാൻ, പടച്ച തമ്പുരാനെ, ഇതൊക്കെ കേട്ടു നിൽക്കാനുള്ള ഖൽബ് നമുക്ക് ഉണ്ടാവുമെന്നാണ് പേടി. സുബ്ഹാനല്ലാഹ്. പേര് വിളിക്കരുത്. വലാ തസ്തതിബല. ചീത്തപ്പേര് വരുന്ന പണിയും ചെയ്യും. ഒരൊറ്റ സംഭവം. ഈ ഗുണങ്ങൾ, ഈ നന്മയാണ് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബാധ്യതകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഉമ്മയും വാപ്പയും നിന്ന് ഒഴിവാക്കുകയാണ്. നമ്മൾ ഒരു ഉമ്മയാണ്, ഒരു വാപ്പയാണ് നമ്മുടെ മക്കൾക്ക്, അല്ലേ? നാളെ അത് ആവാൻ പോകുന്നവരാ. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു സയ്യിദുത് താബിഈൻ, താബിഈങ്ങളിലെ പ്രധാനിയാണ് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. അവർ യമനിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് എപ്പോഴും പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരാളുണ്ട് ഉവൈസ് ഇബ്നു ആമിർ. അവര് വന്നാൽ കൈപിടിച്ച് ദ്വാരിപ്പിക്കണം കേട്ടോ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട്? അവിടുത്തെ സ്വഹാബത്തിനോട്. അവരിലുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കൈപിടിച്ച് ദ്വാരിപ്പിക്കണം. യാ അല്ലാഹ്, നമ്മളൊക്കെ അതാണ് ആലിമീങ്ങളെ കാണുമ്പോൾ ദ്വാരിക്കാൻ പറയുന്നത്, സയ്യിദന്മാരെ കാണുമ്പോൾ ദ്വാരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗമുണ്ട് ഉമറേ വഉമറുൻ ഫിൽ ജന്ന, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ്. ഈ സന്തോഷവാർത്ത കിട്ടിയ മഹാനോട് പറയാണ്, ഫഇൻ അറദ്ത ഉമറേ, നിങ്ങൾക്ക് ഉവൈസ് ഇബ്നു ആമിർ എന്നവർ വന്നാൽ നിങ്ങൾ ദുആയിരപ്പിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിക്കണം. ഇനി ഫൈൻ ഇസ്തതഅത അൻ യസ്തഗ്ഫിറ ലക ഫഫഅൽ, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്ക് കേട്ടോ എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കണം കേട്ടോ ഈ ആളോട്. ആർ? ഉവൈസ് ഇബ്നു ആമിർ. ഉവൈസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. എന്തേ പ്രശ്നം? യമനിലാണ്. ഉമ്മയാണ് പ്രശ്നം. ഉമ്മ പാവമാ, ഉമ്മാക്ക് വേറൊരു മകനുമില്ല. ഭർത്താവ് കുറെ കാലമായി മരിച്ചു കഴിഞ്ഞിട്ട് ആ ഉമ്മയെ നോക്കാനാണ് ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലി. ഉമ്മ പറഞ്ഞു, മോൻ എങ്ങോട്ടും പോരുത്, ഉമ്മാന്റെ കൂടെ തന്നെ വേണം. അങ്ങനെ നിന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിരിക്കെ അവിടുത്തെ പരിശുദ്ധമായ മുഖമൊന്ന് ചെന്ന് കണ്ട് ഒന്ന് ഷഹാദത്ത് ചൊല്ലി ഹബീബിന്റെ മുമ്പിൽ ചെന്ന് മുസ്ലിമായ ഒരു സെക്കൻഡ് നേരം ഇരുന്നാൽ ആ നിമിഷം കൊണ്ട് സ്വഹാബിയാണ്. അതിനെന്ത് വേണം? അവിടുത്തെ സദസ്സിലെത്തണം. യമനിലാണ്. യമൻ എന്ന മദീനത്തേക്ക് പോവാൻ വയ്യ. എന്റെ ഉമ്മാക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, എന്താ അള്ളാഹു കൊടുത്ത കൂലി എന്നറിയോ? ചോദിച്ചാൽ ഉത്തരം, ഉടനെ ഉത്തരം, കയ്യുർത്തിയാൽ ദുആഇന് ഉത്തരം. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലം കഴിഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കഴിഞ്ഞു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മനസ്സിലുണ്ട്. ഓരോ വർഷവും ഹജ്ജിന് ആള് വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയും, അഫീക്കും ഉവൈസ് ഇബ്നു ആമിർ, ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ ഈ വന്ന കൂട്ടത്തിൽ? ഇല്ല എന്ന് പറയും. ഞാൻ അടുത്ത കൊല്ലം നോക്കാം. വർഷങ്ങളോളം കാത്തിരുന്നു. അങ്ങനെ ഒരിക്കൽ വന്നു ഉവൈസ് റളിയല്ലാഹു അൻഹു. ആ ഹദീസ് ഇമാം ഗസാലി തങ്ങൾ ഇഹ്യയിൽ രേഖപ്പെടുത്തിയത് സ്വഹീഹ് മുസ്ലിമിന്റെ റിവായത്താണ് നമ്മൾ പഠിക്കുന്നത്. ആളുകൾ ചോദിച്ചപ്പോ തന്നെ ഉവൈസ് ഇബ്നു ആമിർ, ഖലീഫ ചോദിക്കാൻ മാത്രമല്ല ആളോ, അങ്ങനത്തെ ഒരാളൊന്നും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഭ്രാന്തെന്ന് പറയുന്ന ഒരാളുണ്ട്. ഒരു സാധു മനുഷ്യൻ കൊണ്ടുവന്ന് നിർത്തി ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വഹാബികൾ ആരും കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സദസ്സിൽ ആരും ഇത് കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ടവരെ. പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം ശരീരപ്രകൃതിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ട്. ഈ ഉവൈസ് റളിയല്ലാഹു അൻഹു വന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, അൻത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളാണോ ഉവൈസ് ഇബ്നു ആമിർ? ഖാല നഅം, അതെ. മിൻ മുറാദ്, മുറാദിൽ പ്രദേശത്ത് നിന്നാണോ? ഖാല നഅം. മിൻ ഖർൻ, ഖർൻ ഖബീലയിൽപ്പെട്ട ആളല്ലേ? ഖാല നഅം, അതെ. കാന ബിക ബറസുൻ ഫബറഅത ബരിഅത മിൻഹു ഇല്ലാ മൗദിഅ ദിർഹം, ശരീരത്തിൽ വെള്ളപ്പാണ്ട് അസുഖമുണ്ടായിട്ട് എല്ലാം സുഖമായിട്ട് ഒരു ദിർഹം നാണയത്തിന്റെ അത്ര എവിടെയോ ബാക്കിയില്ലേ നിങ്ങളുടെ ശരീരത്തിൽ? ഖാല നഅം. അലക വാലിദ, നിങ്ങൾക്കൊരു ഉമ്മയില്ലേ? ഖാല നഅം. തങ്ങൾ പറഞ്ഞപ്പോ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ മാ അംദാദിൽ യമൻ മിൻ മുറാദിൻ സുമ്മ മിൻ ഖർനിൻ, ഈ ലക്ഷണമുള്ള ആൾ വരും. കാന ബിഹി അസൗ ബറസിൻ ഫബരിഅ മിൻഹു ഇല്ലാ മൗദിഅ ദിർഹമിൻ, വെള്ളപ്പാണ്ട് അസുഖം മുഴുവനും ശിഫയായി ഒരു നാണയത്തിന്റെ അത്ര എവിടെയോ ബാക്കിയുണ്ട്. അങ്ങനത്തെ ഒരാൾ. ലഹു വാലിദത്തുൻ, അവർക്ക് ഉമ്മയുണ്ട്. ഹുവ ബാറുൻ ബിഹാ, ആ ഉമ്മാക്ക് സേവനം ചെയ്യുന്ന ആളാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലാഹുവിനെ വിളിച്ച് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. ഫൈനിസ്തതഅത, ഉമറേ കഴിയുമെങ്കിൽ അൻ യസ്തഗ്ഫിറ ലക ഫഫഅൽ, ദ്വാരപ്പിച്ചോളൂ ഉമറേ, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ കഴിഞ്ഞാൽ ദ്വാരപ്പിച്ചോളൂ, അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാൻ അവരോട് പറയണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉവൈസ്. അതുകൊണ്ട് ഫസ്തഗ്ഫിർലി, ഉമറിന്റെ പാപം പൊറുക്കാൻ വേണ്ടി ദ്വാരക്കണം. യാ അല്ലാഹ്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മലക്ക ഉമർ എന്നൊക്കെ പറയരുത്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്തിറങ്ങി കപടവിശ്വാസികളുടെ പേര് ഒരു ലിസ്റ്റ് കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതിന്റെ ഓർമ്മ. കപടവിശ്വാസികൾ ആരാണെന്ന് നമുക്ക് ഒരാളെ പറ്റിയും മുനാഫിക്കാണെന്ന് പറയാൻ പാടില്ല. മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് വഹി വരും, ആരാണ് ഈ ആൾക്കാര്. അങ്ങനെ ലിസ്റ്റ് വന്നു. സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപടവിശ്വാസികളുടെ പേരെനിക്ക് തന്നിട്ടുണ്ട്, എനിക്കതറിയാം എന്ന് പറഞ്ഞപ്പോ
മഹാനായ ആ സ്വഹാബിയുടെ പിന്നാലെ നടന്ന സ്വഹാബിയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്റെ പേര് ആ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കി, എന്റെ പേരുണ്ടോ മുനാഫിക്കിന്റെ കൂട്ടത്തിൽ നിന്ന്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇവരാണ് നമ്മളൊക്കെ എന്താ ആത്മവിശ്വാസം. ഒരു ഉംറ ഒരു ഹജ്ജും ചെയ്ത സ്വർഗത്തേക്ക് ഉറപ്പായി എന്ന് നമ്മുടെയൊക്കെ വിചാരം. എന്താ നമ്മുടെ ആത്മവിശ്വാസം? നിസ്കാരം കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ പേടിക്കുകയാണ്, ഈ നിസ്കാരം അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന്. നമ്മൾ നിസ്കരിച്ചല്ലോ, മാഷാ അല്ലാഹ്. അത് ഓൺ ടൈം ആണോ ഔട്ട് ഓഫ് ടൈം ആണോ അതൊന്നും വിഷയമല്ല. നിസ്കാരത്തിന്റെ ഫർള് റുക്നും പാലില്ല. ഈ മഹാനാണ് ഈ പറയുന്നത്, എനിക്ക് ദുആരക്കിൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാലും പേടിയാണ്. അങ്ങനെ ഉവൈസ് റളിയല്ലാഹു അൻഹു ദുആയിരുന്നു, അങ്ങോട്ട് ദുആയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു എന്നാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഹജ്ജ് കഴിഞ്ഞല്ലോ. അൽ കൂഫ, ഞാൻ യമനിൽ നിന്ന് കൂഫയിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? കൂഫയിലെ ഭരണാധികാരിക്ക് ഞാനൊരു എഴുത്ത് കൊടുത്താൽ വേണ്ട സൗകര്യം ചെയ്തു തരും. വേണ്ട ഞാൻ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ നടന്നോളാം, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഉമ്മാക്ക് സേവനം ചെയ്ത് വലിയ മഹത്വം നേടിയ കഥ സ്വഹീഹ് മുസ്ലിം, ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന പ്രബലമായ ഹദീസ്. ഇത് നമുക്ക് കിട്ടണം അല്ലേ? ദുആയിരുന്ന ഉത്തരം വേണ്ടേ? എത്രയാ നമ്മൾ ദുആരക്കണത്? ദുആക്ക് ഉത്തരം വേണ്ടേ? ഉമ്മാനെ വിളിച്ച് സന്തോഷിപ്പിക്കും, ഉമ്മാടെ മനസ്സിലേക്ക് സന്തോഷം കൊടുക്കും. ഉമ്മമാർ അത് തിരിച്ചു മനസ്സിലാക്കണം. മക്കളോട് റഹ്മത്ത് ചെയ്യേണ്ടവരാണ് ഉമ്മമാർ. അത് നമ്മൾ വഴിയെ പറയാനുണ്ട്. മക്കൾക്ക് മാപ്പാക്കി കൊടുക്കേണ്ടവരാണ് ഉമ്മമാർ. ഉമ്മമാർക്ക് സേവനം ചെയ്തിട്ട് വലിയ വലിയ മഹത്വങ്ങൾ നേടിയവരാണ് മുഅ്മിനീങ്ങൾ. മഹാനായ കഹ്മസ് ബിനുൽ ഹസൻ റളിയല്ലാഹു അൻഹു വീട്ടിലൊരു തേള് വന്നിട്ട് ആ തേളിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടുകയാണ്. ഓടി തേള് ഒരു പൊത്തിലേക്കാണ് പോയി. വീടിന്റെ ഉള്ളില് പൊത്തിലേക്ക് കൈയിട്ട് പിടിക്കാൻ. തേള് കടിക്കുന്നുണ്ട്, കുത്തുന്നുണ്ട്. അപ്പൊ ആൾക്കാർ, യാ കഹ്മസ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? തേള് പോയ കുയ്യിലേക്ക് കൈയിട്, അത് കടിക്കുന്ന ഉറപ്പല്ലേ? അതെനിക്കറിയാം, പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പോയാൽ എന്റെ ഉമ്മ ഇവിടെ വീട്ടിലുണ്ട്, ഉമ്മാനത് വന്ന് കടിക്കൂലേ? അതുകൊണ്ട് തേളിനെ പിടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്റെ ഉമ്മാനെ കടിച്ചാലോ? അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാണെന്ന് മഹാനായ കഹ്മസ് ബിനുൽ ഹസൻ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, അല്ലാമ ഇബ്നു സീരീൻ റഈസുൽ മുഅബ്ബിരീൻ എന്ന് പറയും. സ്വപ്ന വ്യാഖ്യാനം നൽകുന്ന മഹാന്മാരുടെ നേതാവാണ് അല്ലാമ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ആള് വന്നപ്പോ വീടിന്റെ ഉള്ളിൽ നിന്ന് യാചിക്കുന്ന, കെഞ്ചുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോ എന്താ ഇബ്നു സീരീൻ തങ്ങൾ വല്ലത് യാചിക്കുന്നുണ്ടോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന്? അല്ല, ഇതവരുടെ ഉമ്മയോടുള്ള അപേക്ഷയാണ്. ഉമ്മയെ കാണുമ്പോൾ എപ്പോഴും അങ്ങനെയേ ബഹുമാനപ്പെട്ടവരെ സംസാരിക്കൂ എന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഉമ്മാന്റെ അടുത്തും ഇവർ അങ്ങനെ സംസാരിക്കുള്ളൂ. സംസാരം പോലും ഉമ്മയുടെ ശബ്ദത്തെക്കാൾ ഉയർത്തരുത് മുഅ്മിനീങ്ങളെ. വാപ്പയുടെ ശബ്ദത്തെക്കാൾ ഉയർത്തരുത് മുഅ്മിനീങ്ങളെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവരുടെ മുഴുവൻ പേര് അബുൽ ഹസൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കിടാവ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അബുൽ ഹസൻ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ. ഉമ്മായോട് ഭയങ്കര സ്നേഹം. ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഉമ്മാനോട് ഭയങ്കര സ്നേഹമാണല്ലോ, എന്നിട്ട് എന്താ നിങ്ങൾ ഉമ്മാന്റെ കൂടെ ഒരു പാത്രത്തിന് ഭക്ഷണം കഴിക്കാത്തത്? ഉമ്മാനോട് സ്നേഹമാണ്. അപ്പൊ അന്നൊക്കെ ഒരു പാത്രത്തിലാണ് ഭക്ഷണം, ഇന്നലെ സെപ്പറേറ്റ് ടേബിൾ ഒക്കെ ആയത്. അപ്പൊ എന്തെങ്കിലും ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാത്തത്? അപ്പൊ പറഞ്ഞു, ഒന്നുമല്ല, ഞാൻ എന്റെ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മയുടെ കണ്ണ് ഭക്ഷണത്തിലെ ഏതെങ്കിലും ഒരു കഷ്ണം എടുക്കാൻ ഉമ്മയുടെ കണ്ണ് കൊതിച്ചത്, ഉമ്മയുടെ കൈയെത്തും മുമ്പ് ഞാനത് എടുത്തുപോയാൽ അത് ഉമ്മയോട് ചെയ്യുന്ന അദബ് കേടായി പോകില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇരിക്കാത്തതെന്ന് സൈനുൽ ആബിദീൻ അബുൽ ഹസൻ ബിനു അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹും. സുബ്ഹാനല്ലാഹ്, എവിടെ എത്തി? പിന്നെണ്ട് ഉമ്മാരെ ചീത്ത പറയലും. ഉമ്മയെയും വാപ്പയെയും മനസ്സ് വേദനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നതും പ്രയാസപ്പെടുത്തുന്നു ഒക്കെ എവിടെ വെച്ച്, എങ്ങനെ നമ്മൾ പറയും? എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടത്? എവിടെ, എത്ര ഗൗരവമാണ്! ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവരോട്. ഇതാണ് ചെയ്യേണ്ടത്. മഹാനായ ഇതേ കഹ്മസ് റളിയല്ലാഹു അൻഹു തേളിനെ കൈയിട്ട് പിടിച്ച് ബഹുമാനപ്പെട്ടവർക്ക് ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് അംർ ബിൻ അബീദ് എന്നാണ്. ഉമ്മ പറഞ്ഞു, ആ അംർ ബിൻ അബീദ് എന്നും വീട്ടിൽ വന്ന് അദ്ദേഹം കുറച്ച് ആൾക്കാരൊക്കെ വന്ന് സ്വറ പറഞ്ഞ് വർത്താനം പറഞ്ഞു പോകും. ഉമ്മ പറഞ്ഞു, മോനെ, ഈ അംർ ബിൻ അബീദിന്റെ കൂട്ടുകെട്ട് എനിക്ക് വലിയ ഇഷ്ടമല്ലട്ടോ മോനെ, അവന്റെ ആൾക്കാരോടൊന്നും മോന് മിണ്ടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഉമ്മ പറഞ്ഞു.
അങ്ങനെയൊക്കെ ഉണ്ടാവൂല. ഇന്ന് ഉമ്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫേസ്ബുക്കിലാണ്. ഉമ്മാക്ക് അത് അറിയോ? ഉമ്മാക്ക് ലോഗിനും പാസ്വേഡൊക്കെ ഉണ്ടാവും. ഉമ്മാക്ക് എന്തറിയും? നമ്മുടെ 10 ഉമ്മമാരൊക്കെ സ്മാർട്ടാണ് കേട്ടോ, അതല്ല പറഞ്ഞത്. നമ്മുടെ പിറന്ന് 3 വയസ്സായി ഞാൻ നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ തുടങ്ങുമെന്ന് പേടിയുണ്ട്. എന്നാലും ഞാൻ പറയാണ്, ഇപ്പൊ നമ്മുടെ പരിസരത്തുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ കുട്ടി ജനിച്ചാൽ കുട്ടിന്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉമ്മി വാപ്പി ഉണ്ടാക്കി വെക്കുകയാണെന്നാണ്. എന്നിട്ട് ആ കുട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യും. കുട്ടി സ്കൂളിൽ ചേരുന്ന സമയത്ത് 5 വയസ്സാകുമ്പോ ജനിക്കുമ്പോ ഒരു യൂസറിന്റെ ഒരു അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട്. സുബ്ഹാനല്ലാഹ്, ഏതാണ് കുട്ടികളുടെ ലോകം? ആരാ ഫ്രണ്ട്സ് എന്നറിയില്ല. മുമ്പൊക്കെ കല്യാണം ആലോചിക്കുമ്പോ എന്താ ചെക്കനെ പറ്റി അഭിപ്രായം എന്ന് ചോദിക്കാൻ നാട്ടിലെ അങ്ങാടിയിൽ പോയാൽ അങ്ങാടിക്കാർക്ക് അറിയാം ഈ ഓവാല കമ്മിറ്റിക്കാര്. അപ്പൊ ഈ ബസ് സ്റ്റോപ്പിലും അവിടെ നിൽക്കുന്ന ആ ടീമിൽ ഇവൻ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് അറിയാം. ഇന്ന് എവിടുന്ന് കിട്ടാൻ? ഇവ ഓവാലത്തുമല്ലൊന്നും അല്ല സംഗതി, പക്ഷെ അതിലും വലിയ ഡേഞ്ചർ ഇല്ല, അറിയാൻ പറ്റണില്ല. കാര്യങ്ങളുടെ ഈ കോംപ്ലക്സിറ്റി ഇങ്ങനെ എല്ലാറ്റിലും വർദ്ധിച്ച കൂട്ടത്തിൽ ഈ ആളെ തപ്പല് പിടിക്കും. പിന്നെ അള്ളാഹുലേക്ക് തവക്കൽ ചെയ്ത് നിക്കാഹ് ചെയ്ത് കൊടുക്കുക. ഏതാണ് മകൻ, എന്താണ് ഇവന്റെ ഫ്രണ്ട്സ്, ഒന്നും അറിയില്ല. അള്ളാഹു കാക്കട്ടെ എന്ന് പറഞ്ഞ് അങ്കഹത്തുക്ക വേറെ നിർവാഹമല്ലല്ലോ. ആളെ കിട്ടുന്നില്ല. എങ്ങാനും അറിഞ്ഞിട്ട് മോനെ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവിടെ നിർത്തിയേക്കണം. ഉമ്മാക്കും വാപ്പാക്ക് ഇഷ്ടല്ലേ, നിർത്തിയേക്കണം. ഈ കൂട്ടർ അംർ ഇബ്നു അബീദും കൂട്ടരും വീട്ടിലേക്ക് വരിക. പിറ്റേത്തെ ദിവസം വീട്ടിന്റെ പുറത്ത്, അംർ ഇബ്നു അബീദ്, ഐ ആം റിയലി സോറി ടു ടെൽ യു, ക്ഷമിക്കണം, നിങ്ങൾ വീട്ടിൽ വരുന്ന എന്റെ ഉമ്മാക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വരണ്ട. ഇത് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ മക്കൾക്ക് വേണം. ഫ്രണ്ട്സിന്റെ കൂട്ടുകാര് എന്ത് കൂട്ടുകാർ? അൽഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദൂ. നാളെ ശത്രുക്കളായി മാറുന്നത് ഇന്നത്തെ ഫ്രണ്ട്സ് ആണ്. അൽ അഖില്ല, അഖില്ല എന്ന് പറഞ്ഞ ബോസം ഫ്രണ്ട്സ്, ഏറ്റവും നല്ല അടുപ്പുള്ള സുഹൃത്തുക്കൾ. നാളത്തെ ഏറ്റവും കൊടിയ ശത്രുക്കളാണ് മനുഷ്യന് മഹ്ശറായിലേക്ക് വരുമ്പോ. അവരാണ് നിന്നെ തോന്നിവാസത്തിന് കൊണ്ടുപോയത്, അല്ലേ? തോന്നിവാസത്തിന്റെ വഴികൾ അറിയിച്ചത് അവരാണ്, അത്തരം പ്രോഗ്രാമുകൾ അറിയിച്ചു തന്നത് അവരാണ്. അവരാണ് നിന്നെ കൈപിടിച്ചു കൊണ്ടുപോയത്. ഇവനില്ലായിരുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിലെത്തിയേനെ, എന്നെ നരകത്തിൽ കൊണ്ടുപോയത് ഇവനാണല്ലോ എന്ന് നാളെ പരിതപിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനത്തിലൂടെ പറയാം. അപ്പൊ ഉമ്മാക്ക് വാപ്പാക്ക് ഇഷ്ടല്ലെങ്കിൽ വേണ്ട. ഈ ഒരു തീരുമാനം നമ്മുടെ മക്കൾക്ക് എടുക്കാൻ പറ്റണം. മക്കൾ അങ്ങോട്ട് സ്നേഹിക്കാണ്, അവര് അടുപ്പത്തിലാണ്, അവര് ഫ്രണ്ട്ഷിപ്പിലാണ്, ഇനി അവളെ കല്യാണം കഴിക്കണം എന്ന് പറയാം. ഉമ്മാക്കും വാപ്പാക്കും ഒബ്ജക്ഷൻ ഉണ്ട്. ഇപ്പോ ഖുർആൻ പറയാം, നിങ്ങൾക്ക് ചിലത് വെറുപ്പായിരിക്കും, പക്ഷേ അതിൽ അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരും. ഉമ്മാക്ക് വേണ്ടേ, എനിക്ക് വേണ്ട, ഇത് പറയുന്ന മക്കളാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, എന്റെ അടുത്ത നാട്ടിൽ സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ബധിരനും മൂകനുമായ ഒരുത്തന്റെ വീട്ടിലേക്ക് കണ്ണാണോ ഒരു ചൈനക്കാരി പെണ്ണുണ്ട് വിസ എടുത്തിട്ട് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്റെ അടുത്ത നാട്ടിൽ, നിങ്ങൾക്ക് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അവൾക്ക് സംസാരിക്കാനും പറ്റൂല, കേൾക്കാനും പറ്റൂല. അവള് പറയാം, എന്നെ കല്യാണം കഴിക്കണം, ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാണ്. അവളുടെ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു കൊടുക്കൊണ്ട് പോലീസുകാരൊക്കെ ഇടപെട്ടപ്പോ ഉമ്മ അത്ഭുത പടച്ച തമ്പുരാനെ, മുണ്ടാനും കേൾക്കാനും പറ്റാത്ത എന്റെ ഈ മകൻ ഈ പണി ചെയ്തല്ലോ. എവിടെ? ചൈനയിൽ കിടക്കണ ഈ പെണ്ണിനെ വരുത്തിക്കണത് മലപ്പുറം ജില്ലയിലേക്ക്, നിലമ്പൂരിലേക്ക്. സുബ്ഹാനല്ലാഹ്, എന്റെ തൊട്ടടുത്ത നാട്. നമ്മൾ ഗൗരവം മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾക്കൊന്നും അറിയില്ല, അവർക്കത് അതിന്റെ സീരിയസ്നെസ് അറിയില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞ വിഷയമാണ് ഫ്രണ്ട്ഷിപ്പ്. അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ സ്വർഗവും നരകവും നിർണയിക്കപ്പെടുന്ന വിഷയമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോ ഈ രീതിയിൽ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് നിന്നുകൊടുക്കേണ്ടവരാണ് മക്കൾ, അല്ലേ? സുബ്ഹാനല്ലാഹ്, ജനിച്ചപ്പോ നമ്മൾ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിക്കുക, എന്നാലും നമുക്ക് അവർക്ക് സേവനം ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരൊറ്റ ഹദീസ് നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടി പറയാം. ഒരു ഹദീസ് നോക്കൂ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മുമ്പിൽ ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ,
എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ചെയ്യേണ്ട വല്ല ഗുണങ്ങളുമുണ്ടോ? ബഅദ മൗതിഹിമാ അബുറുഹുമാ, അവർ മരിച്ചുപോയി, ഇനി എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ? ജീവിതകാലത്ത് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഖാല, അവിടുന്ന് പറഞ്ഞു, നഅം അർബഉ ഖിസാലിൻ, 4 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. 4 എണ്ണം, 4 വിഷയങ്ങൾ ചെയ്യാൻ പറ്റും. അദ്ദുആഉ ലഹുമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി പാപമോചനം ചോദിക്കുക, ദുആ ചെയ്തു കൊടുക്കുക. നമ്മൾ അതിനാണ് അവരുടെ ആണ്ടോ മരിച്ച ദിവസമൊക്കെ ആകുമ്പോ പള്ളിയിൽ ഉസ്താദോ നല്ല മനുഷ്യന്മാരോ സയ്യിദന്മാരൊക്കെ വിളിച്ചിട്ട് ദ്വാരക്കി. അയാൾക്കത് അറിയില്ല, ആ മക്കൾ തന്നെ ദ്വാരക്കാൻ കഴിയില്ലേ? ഒരാളെ വിളിച്ച് നിങ്ങൾ ദ്വാരപ്പിക്കുന്നു, ഒരു കുഴപ്പമില്ല, ദ്വാരന്നോളൂ, മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ഗുണമാണ്. അവർക്ക് എന്തെങ്കിലും ചില അവരുടെ ചില കരാറുകൾ ഉണ്ടെങ്കിൽ, അവര് ഏൽപ്പിച്ച വസിയത്തുകൾ ഉണ്ടെങ്കിൽ നടപ്പാക്കുക. ഉമ്മ പറഞ്ഞിരുന്നു, മോനെ നമുക്ക് നമ്മുടെ മദ്രസക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കണം, എന്നാ നമ്മൾ ചെയ്തു കൊടുക്കുക. ഉമ്മാക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കണം, മാതാപിതാക്കളുടെ സ്നേഹിതന്മാരെ, ഉമ്മായുടെ ചങ്ങാഴ്ചമാരെ, അല്ലെ, വാപ്പയുടെ ചങ്ങാതിമാരെ, അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക, അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക. ഗൾഫിൽ നിന്നൊക്കെ പോവാൻ, എന്നാ പിന്നെതാ അവർക്ക് എന്ത്, മെഷന്മാരാണെങ്കിൽ ഇപ്പൊ മൊബൈലെ കൊടുത്തവർക്ക് അതന്നെയൊക്കെ ഇഷ്ടം, അല്ലെ, അപ്പൊ കൊടുക്കുക. വാപ്പാന്റെ ചങ്ങായിയാണ്. പണ്ടത്തെ കാലം ഷർട്ട് പീസും തുണിയൊക്കെ അല്ല, നല്ല ടച്ച് സ്ക്രീൻ ഫോൺ ഉണ്ടേ കൊടുത്താലും വയസ്സായ ആളാണെങ്കിൽ സന്തോഷമായിരിക്കും. എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്നൊന്നും അറിയില്ലാവില്ല, എന്നാലും കൊടുത്തോളി, വാപ്പാന്റെ ചങ്ങാതിയല്ലേ, സന്തോഷിക്കട്ടെ. അൽഹംദുലില്ലാ, സന്തോഷിക്കാൻ വേണ്ടി കൊടുക്കുക. പിന്നെ പറഞ്ഞു, ഉമ്മയുടെയും വാപ്പയുടെയും ബന്ധുക്കൾ, അവരുടെ ഉമ്മ ഭാഗത്തുള്ള ബന്ധുക്കളെ പോയി സന്ദർശിക്കുക. വാപ്പയുടെ മരണശേഷം വാപ്പയുടെ കുടുംബക്കാർ, അവരോടുള്ള ബന്ധം നിലനിർത്തുക. അപ്പോ ദ്വാരം കൊടുക്കുക, അവരുടെ വസിയത്തുകൾ നടപ്പാക്കി കൊടുക്കുക, അവരുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക, അവരുടെ കുടുംബ ബന്ധങ്ങൾ ചേർത്തുക. ഇത് മരണശേഷം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഗുണമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അറാബി ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ യാ അറാബി, നിങ്ങൾ ഇന്ന ആളുടെ മകനല്ലേ? അതെ, എന്നങ്ങോട്ട് വരി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അവര് ഇരിക്കുന്ന ഒരു കഴുത, അന്നത്തെ വാഹനം അതാണ്. അപ്പോ അത് ഇറങ്ങിയിട്ട് പറഞ്ഞു, അദ്ദേഹം അവരുടെ തലപ്പാവും ഈ അറാബിന്റെ തലയിൽ വെച്ചു കൊടുത്തു. ആ കഴുത തന്റെ സ്വന്തം കാറ്, വാഹനം എന്ന് പറയാൻ കൊടുക്കാൻ കൊണ്ടുപോയി കോളി. അല്ല, ഇതിപ്പോ എന്തേ? നിങ്ങളുടെ വാപ്പ, എന്റെ വാപ്പ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അടുപ്പുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിങ്ങൾ എന്തിനാ കാർ ഒന്നായിട്ട് കൊടുക്കുക? അന്നത്തെ കാർ, ആ കഴുത എന്തിനാ നിങ്ങളെ വാഹനം കൊടുത്തത്? വാഹനം മാത്രമല്ല, നിങ്ങളുടെ തലപ്പാവും ഒരു പിടി സമ്മാനം കൊടുത്തല്ലോ. ഒരു 2 ദിർഹമൊക്കെ കൊടുത്താൽ അയാൾക്കത് ധാരാളമായിരുന്നു. അറാബിയല്ലേ, അയാൾക്ക് നിങ്ങൾ ഇത്രമേൽ കൊടുക്കേണ്ടതുണ്ടായിരുന്നോ? അപ്പൊ പറഞ്ഞു, ഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഹ്ഫദ് വുദ്ദ അബീക്, നിന്റെ പിതാവിന്റെ വഴിക്കുള്ള സ്നേഹബന്ധങ്ങൾ നിലനിർത്തണം. ലാ തഖ്തഉഹു, പിതാവിന്റെ സുഹൃബന്ധങ്ങൾ നിങ്ങൾ മുറിച്ചു കളയരുത്. ഫയുത്ഫിഉല്ലാഹു നൂറക്, നിങ്ങളുടെ മുഖത്തെ പ്രകാശം അല്ലാഹു കെടുത്തിക്കളയും. അതുകൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്തത്. എന്റെ വാപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തായിരുന്നു. ആര്? ഈ അറാബിയുടെ വാപ്പ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ അറാബി അപ്പോ ധാരാളമാണ് നല്ല മാതാപിതാക്കളെ, നല്ല ഉമ്മമാരെ സമ്മാനിക്കാൻ കഴിഞ്ഞ ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. നല്ല ഉമ്മമാർ. അസ്മാ റളിയല്ലാഹു തആല അൻഹ ബിൻതു അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ. അബൂബക്കർ തങ്ങളുടെ മകളുണ്ട് അസ്മാ ബിവി. അബൂബക്കർ തങ്ങൾക്കൊരു ഭാര്യയുണ്ട്, അസ്മാ ബിൻതു ഉമൈസ്. അങ്ങനെ ഹദീസൊക്കെ നോക്കുമ്പോ അസ്മാ ബിവി എന്ന് പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണം, അത് ഭാര്യയാണോ മകളാണോ? രണ്ടുമാകാം. അസ്മാ ബിൻതു ഉമൈസ് ഭാര്യയായിരുന്നു. ഉമ്മു റൂമാൻ എന്ന ഭാര്യ മുമ്പുണ്ടായിരുന്നു, അതിന് ശേഷം കല്യാണം കഴിച്ച അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. മകളുണ്ട് അസ്മാ ബിവി, അസ്മാ ബിൻതു അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അപ്പോ നമ്മൾ ആലോചിക്കാൻ, നമ്മൾ മാടായി ആ പരിസര പ്രദേശങ്ങളൊക്കെ, അവിടുത്തെ രാഷ്ട്രീയ ചരിത്ര സംഭവ പശ്ചാത്തലങ്ങളൊക്കെ ആലോചിക്കുമ്പോ ആ വധിക്കപ്പെട്ടു പോയ ഷുക്കൂർ, അള്ളാഹു സഹോദരനൊക്കെ മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ജീവത്യാഗം അള്ളാഹുവിന്റെ മുസ്ലിമായതിന്റെ പേരിൽ അനുഭവിക്കുന്ന ആ ദീൻ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരുപാട് ആളുകൾ, സമൂഹത്തിന് സേവനം ചെയ്തവർ, അവർക്കൊക്കെയുള്ള ഉമ്മമാരുടെ വേദന, കുടുംബത്തിന്റെ വേദന.
അവർക്കും ഉമ്മയുണ്ട്, അല്ലെ, പെങ്ങളുണ്ട്, അല്ലെങ്കിൽ കുടുംബങ്ങളുണ്ട്. എങ്ങനെയാണ് മുസ്ലിം ലോകം ഇത്തരം സംഭവങ്ങളെ കൈകാര്യം ചെയ്തത്? ഉമ്മമാരുടെ മനക്കരുത്ത് എത്രയായിരുന്നു? അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകം ഭരിച്ച ഭരണാധികാരിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ വാപ്പ ഹവാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈർ ഇബ്നു അവ്വാം, അല്ലാഹുവിന്റെ റസൂലിന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളെന്ന് നബി തങ്ങൾ പറഞ്ഞ ഈസ നബിക്ക് ഹവാരിയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ ഹവാരിയിൽപ്പെട്ട ആളാണ് മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു. അത് ഈ അബ്ദുല്ലാഹി തങ്ങളുടെ വാപ്പ. ഇവരുടെ ഉമ്മയോ അസ്മാ ബീവി, വല്ലിപ്പയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അമ്മായിയോ മാതൃ സഹോദരി കുഞ്ഞുമ്മ ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. വമ്പൻ കുടുംബ പാരമ്പര്യമുള്ള ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അന്ന് അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ ഭരണകാലമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മക്കയിലായിരുന്നു ആസ്ഥാനം. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഭരണങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ട് മക്കയിലേക്ക് വന്നു. കഅബയെ ചാരി നിർത്തി യുദ്ധം നയിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്. കഅബയുടെ പരിസരത്ത് മിഞ്ചനി പീരങ്കികൾ വെച്ച് യുദ്ധം നടന്നിട്ടുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കഅബയിലേക്ക് ചാരി നിന്നുകൊണ്ടാണ് യുദ്ധത്തിന്റെ ഒളിയമ്പുകൾ തൊടുത്തുവിട്ടത്. അപ്പോ ഉമ്മ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ കഅബയുടെ ഉള്ളിലുണ്ട്. എന്താണ് ആ മാതാവ്? ആരാണ് ആ ഉമ്മ? ഉമ്മയോട് ചെന്ന് പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, യാ ഉമ്മ ഖദല ലിന്നാസ്, ജനങ്ങൾ എന്നെ വല്ലാതെ നാണം കെടുത്തിയല്ലോ ഉമ്മ, ജനങ്ങൾ എന്നെ കൈവിട്ടല്ലോ ഉമ്മ, ഏതാനും കുറച്ച് ആൾക്കാരെ എന്റെ കയ്യിലുള്ള ഉമ്മ, എന്താണ് എന്റെ അവസ്ഥ ഉമ്മ കാണുന്നില്ലേ? ഉമ്മ പറഞ്ഞു, അല്ലാഹ യാ ബുനൈ. നമുക്ക് മണ്ഡലങ്ങൾ നഷ്ടപ്പെടുമ്പോ, ജില്ല നഷ്ടപ്പെടുമ്പോ, അല്ലെങ്കിൽ ഭരണം ഒന്നാകെ നഷ്ടപ്പെടുമ്പോ നമ്മളൊക്കെ വിചാരിക്കുന്നത് വലിയ സംഭവമാണ്. ഒന്നുമല്ല മുഅ്മിനീങ്ങളെ. ടേക്ക് ഇറ്റ് ഈസി. എനിക്ക് അത്രേ പറയാനുള്ള ഒറ്റ വാക്ക്. അതൊന്നും വലിയ ആനക്കാരായിട്ട് പറയരുത്. അല്ലാഹ യാ ബുനയ്യ, മോനെ അല്ലാഹുവിനെ സൂക്ഷിക്കും മോനെ, അല്ലാഹുവിനെ സൂക്ഷിക്കും മോനെ. മോൻ യുദ്ധം ചെയ്യുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണെങ്കിൽ നീ ചെയ്യുന്നത് മഹാ തെറ്റാണ് മോനെ. ആര് പറയാണ്? സ്വന്തം ഉമ്മ. എവിടെ? ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സൈന്യം അടുത്ത് നിൽക്കുകയാണ്. കഅബാലയത്തിന്റെ ഉള്ളിലാ ഉമ്മ ഉള്ളത്. അന്ന് കഅബിന്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട്. അങ്ങനെ ഉമ്മയോട് ചെന്ന്, ഉമ്മ കാണുന്നില്ലേ? ഉമ്മ പറയാ, മോനെ ആർക്ക് വേണ്ടിയാണ് മോനെ യുദ്ധം ചെയ്യുക? അള്ളാഹ്ക്ക് വേണ്ടിയാണോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണോ? നിനക്ക് അള്ളാഹു കൂലി തരും. അല്ലേ? ഒരു കാര്യമില്ല മോനെ. എത്ര മോശമാണ് മോന് ചെയ്യുന്നത്. അപ്പോ മോന് പറയേക്കാം, ഉമ്മ ഞാൻ യുദ്ധം ചെയ്യുന്നുണ്ട്, പക്ഷേ എന്റെ കൂടെയുള്ള ആൾക്കാര് എന്റെ സപ്പോർട്ട് പിൻവലിച്ചില്ലേ? മോനെ, ഇതൊന്നും അല്ലാഹുവിൽ ഈമാനുള്ള മുഅ്മിനായ ഒരു മനുഷ്യന് എക്സ്ക്യൂസ് പറയാനുള്ള കാരണങ്ങളല്ല മോനെ. ആയിക്കോട്ടെ. ഉമ്മ പറയുന്ന, മോനെ അന്തസ്സോടുകൂടെ വല്ലാഹി ലമർബത്തുൻ ബിസ്സൈഫി അഅസ്സു അലയ്യ മിൻ ദർബത്തിൻ ബിസ്സൗതി ഫീ ദുല്ലിൻ. നിന്ദനായി മാറിയിട്ട് യുദ്ധച്ചടവുകാരനായി പിടിക്കപ്പെട്ടു പോയിട്ട് നിനക്ക് അടികിട്ടുന്നതിനേക്കാളും നല്ലത് അന്തസ്സിൽ വാളിന്റെ വെട്ടേറ്റ് മരിക്കുന്നതാണ് മോനെ. ആര് പറയാ? സ്വന്തം ഉമ്മ അസ്മാ റളിയല്ലാഹു അൻഹ. ആരുടെ മകൾ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ. ഇന്നത്തെ ഉമ്മമാരൊക്കെ നമുക്ക് വേണ്ടേ? അപ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് ചുരുക്കി പറയുന്ന ഇബ്നു സുബൈർ റളിയല്ലാഹു, ഉമ്മ എനിക്ക് പേടിയാകുന്നത് ഷാമുകാർ ഹജ്ജാജ് ഇബ്നു യൂസുഫും അബ്ദുൽ മലിക് ഇബ്നു മർവാനും എന്നെ പിടിച്ചാൽ, കാരണം എല്ലാം കഴിഞ്ഞു. ഹിജാസിലൂടെ മുഴുവനും ഹജ്ജാജ് ഇബ്നു യൂസുഫ് പടയോട്ടം നടത്തി മക്ക വരെ എത്തിയിരിക്കുകയാണ്. നീ എവിടുന്ന് രക്ഷപ്പെടാൻ? എന്നെ പിടിച്ചാൽ ഉമ്മ എനിക്ക് മരണത്തിന് പേടിയില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം അവർ അംഗവിച്ഛേദം ചെയ്യും. ചരിത്രത്തിൽ അറിയാം, 1 വർഷക്കാലം ഡെഡ് ബോഡി കിട്ടാതെ 1 വർഷം ഒരു മയ്യത്ത് കെട്ടിത്തൂക്കി വെച്ച അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്. ഭയങ്കര സംഭവങ്ങൾ ഉണ്ടായില്ലേ? പക്ഷേ അന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞ മനുഷ്യന്റെ റൂഹല്ലേ അള്ളാഹുവിനടുത്ത് പോയില്ല, ശരീരം അവരിഞ്ഞ് എന്ത് ചെയ്തോട്ടെ, പ്രശ്നല്ല. ഉമ്മയോട് പറയാ, അതിന്റെയൊക്കെ മുമ്പ് പറയാണ്, മോൻ ഉമ്മ എന്നെ ഈ ഷാമുകാര് പിടിച്ചാൽ എന്നെ അംഗവിക്ഷേപം ചെയ്യും, എന്റെ തലയും കൈയും കാലൊക്കെ മുറിച്ചെടുക്കുമല്ലോ ഉമ്മ, എനിക്ക് ആ ഒരു പേടിയുള്ളൂ. മറുപടി, മോനെ
അറുത്ത് കഴിഞ്ഞ അറവ് കഴിഞ്ഞ ഒരു ആടിനെ അതിന്റെ കശാപ്പുകാരൻ തോല് കീച്ചിട്ട് കൈകാല് മുറിച്ചാൽ അറുക്കപ്പെട്ട ആടിന് വല്ല കുഴപ്പമുണ്ടോ? അതൊന്നും പറഞ്ഞ് പേടിക്കല്ല മോനെ. ആരെ? ഉമ്മ അസ്മാ റളിയല്ലാഹു അൻഹ. എന്നിട്ട് പറഞ്ഞപ്പോ മോൻ ധൈര്യമായിട്ട് പോ, അള്ളാഹുവിനോട് സഹായം തേടി അള്ളാഹുവിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോയിക്കോ. ഉമ്മാന്റെ തലയിൽ നിന്ന് ചുംബിച്ചു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഉമ്മ. അപ്പൊ ഉമ്മ പറയാൻ ഉമ്മയോട് ബഹുമാനപ്പെട്ട ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉമ്മാനെ ചുംബിക്ക് തല എന്താ പറയാ, ഉമ്മ അങ്ങനെയാണോ പറയണമെന്ന് ചോദിക്കൂലേ? ഉമ്മ അങ്ങനെയാണോ പറയുന്നത് ഈ നേരത്ത്? അല്ല, ഉമ്മയുടെ തല ചുംബിച്ചു. ഉമ്മ, എനിക്ക് പ്രശ്നമല്ല, ഇത് തന്നെയാണ് ഞാൻ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ് ഉമ്മ. പക്ഷേ ഉമ്മയുടെ അഭിപ്രായം ചോദിക്കുകയാണ്. ഉമ്മാക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഉമ്മയോട് എനിക്കൊരു ആവേശം കിട്ടാൻ വേണ്ടി ചോദിച്ചതാണ്. ഉമ്മ, എനിക്ക് അല്ലാഹുവിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. നേരെ ഉമ്മ പറഞ്ഞു, മോനെ, വല്ലാഹി ഇന്നി ലഅർജു അൻ യകൂന അസാഇ ഫീക ജമീലാ. മോൻ മരിച്ചു കഴിഞ്ഞാൽ മോന്റെ മരണശേഷം നല്ല നിലക്കതെന്ന് ക്ഷമിക്കണം എന്നെനിക്ക് മോഹമുണ്ട് മോനെ. മോൻ മരിച്ചു എന്ന വിവരം കിട്ടിയാൽ അത് നന്നായിട്ട് ക്ഷമിക്കാനും ഉമ്മാക്ക് ആഗ്രഹമുണ്ട് ആ വാർത്ത കേൾക്കുമ്പോ. ഇനി മോനാണ് ജയിച്ചു വരുന്നതെങ്കിൽ, മോൻ ജയിച്ചു വന്നാൽ അത് ഏറ്റവും നിന്റെ വരവിൽ ഏറ്റവും സന്തോഷിക്കുന്നതും ഈ ഉമ്മയാണ് മോനെ. അതുകൊണ്ട് മോൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉമ്മ ലാ തദഇ ദുആ ലി ഖബ്ല ഖത്ലി വലാ ബഅദ. എന്നെ ശത്രുക്കൾ പിടിച്ച് കൊലപ്പെടുത്തിയാലും അതിന്റെ മുമ്പും ശേഷവും ഉമ്മ, എന്റെ മരണത്തിന് മുമ്പോ ശേഷമോ ദുആ ഇരക്കാതിരിക്കരുത് ഉമ്മ. എനിക്ക് വേണ്ടി ഉമ്മ ദുആ ചെയ്യണം. ഉമ്മയുടെ ദുആ ഇരക്കാണ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ അർഹം, പടച്ചവനെ, തൂലൽ ഖിയാമി ബില്ലൈലി ത്വീൽ, ദീർഘമായ രാത്രികളിൽ നിന്റെ പരിശുദ്ധ മദീനയിലും മക്കയിലും നിസ്കരിച്ച മകനാണ് എന്റെ മകൻ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അത് സ്വീകരിക്കണം പടച്ചവനെ. മക്കയിലും മദീനയിലും വിശപ്പും ദാഹവും സഹിച്ച് നിനക്ക് ചെയ്ത ത്യാഗം സ്വീകരിക്കണം അല്ലാഹ്. വബിർറഹു ബി ഉമ്മി, അവന്റെ ഉമ്മയായ എനിക്കവൻ ചെയ്ത ഉപകാരങ്ങൾ നീ ഏറ്റെടുക്കണം. നീ ആ ഉപകാരങ്ങൾക്ക് കൂലി കൊടുക്കണം അല്ലാഹ്. പടച്ചവനെ, എന്റെ മകന്റെ കാര്യം എന്നെ ഏൽപ്പിക്കുകയാണല്ലോ. നീ എന്ത് വിധിക്കുന്നുവോ ഞാൻ അതിന് ഒരുക്കമാണ്, തയ്യാറാണ്. ആര് പറയുന്നു? അസ്മാ റളിയല്ലാഹു അൻഹാ. ഹിജ്റ പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുന്നവരും ആ ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോ അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്ത മഹദിയാണ് അസ്മാ ബിബി റളിയല്ലാഹു അൻഹ. ഭക്ഷണം കെട്ടിവെക്കാൻ കയറ് കിട്ടാതെ വന്നപ്പോ അരയുടുപ്പിന് വെച്ചിരുന്ന ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കീറിയിട്ട് 2 കെട്ട് കെട്ടി ഒരു ബെൽറ്റ് 2 കീറാക്കിയതിന്റെ പേരിൽ 2 ബെൽറ്റുകളുള്ള ആൾ എന്ന സ്ഥാനപ്പേര് കിട്ടിയ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ. അല്ലാഹുവിനോട് ദുആയിരുന്നു. മോനിങ്ങനെ വന്ന് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉമ്മയോട് യാത്ര പറയാൻ. പുറത്ത് ശത്രുക്കൾ കാത്തിരിക്കുകയാണ്. കഅബന്റെ പുറത്ത്, കഅബന്റെ ഉള്ളിലാണ് ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഉമ്മയോട് ഉമ്മയുടെ അടുത്ത് വന്നിട്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഉമ്മയുടെ കൈ പിടിച്ച് ചുംബിക്കാൻ പോവാൻ. ഉമ്മ പറഞ്ഞു, മോൻ അകന്നു നിൽക്കല്ല, അടുത്തേക്ക് വാ മോനെ. ഉമ്മ മോനെ ആലിംഗനം ചെയ്തു. മോനെ, ഇത് ഉമ്മയുടെ യാത്രയപ്പാണ്. എന്താണ് ആ വാക്ക്? ഗൾഫൊക്കെ യാത്രയക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ആ വികാരങ്ങൾ പ്രകടിപ്പിക്കാറ്. അതൊക്കെ എന്ത് എങ്ങനെ മരണം ശത്രുക്കൾ പിച്ചു ചീന്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. യുദ്ധത്തിലേക്ക് പോകുക, യുദ്ധമല്ല, അവിടെ കീഴടങ്ങുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിഷ്ഠൂരമായി കൊല ചെയ്ത കൊലയാളിയായിരുന്നു, ഭരണാധികാരിയായിരുന്നു. പക്ഷെ ഒരുപാട് കൊലപാതകം ചെയ്ത ആളാണ്. ഉമ്മയെ ഞാനെന്ന് ആലിംഗനം ചെയ്തു. ഉമ്മ കെട്ടിപ്പിടിച്ചു. മോനോട് പറഞ്ഞു, മോനെ ഹാദാ വിദാ, ഇതെന്റെ മോനോടുള്ള ഗുഡ് ബൈ പറയുകയാണ്. മോനെ ഇന്നി അലാ ബസീറതി, മോനെ പൊയ്ക്കോ, അല്ലാഹുവിനെ ലക്ഷ്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ നെഞ്ചത്ത് വസ്ത്രത്തിന്റെ ഉള്ളിൽ പടയങ്കി കാണുന്നത്. അന്ന് വെട്ടേൽക്കാതിരിക്കാൻ പടയങ്കി. അപ്പൊ ഉമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ പടയങ്കി ഇങ്ങനെ തടഞ്ഞു. ഇതെന്താ മോനെ? ഇത് ഉമ്മാക്കൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഉമ്മാക്ക് ഇത് വേണ്ട മോനെ. ആ പടയങ്കിനെ അടിച്ചു വെച്ചു. പച്ചയായ പച്ച ഇറച്ചിയാൽ മുന്നോട്ട് പോവാൻ ആ പടയങ്കി ഉമ്മാക്ക് ആശ്വാസമായിക്കോട്ടെ, എനിക്ക് നെഞ്ചത്ത് വെട്ടേൽക്കില്ലല്ലോ, ഉമ്മാർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മാക്കത് വേണ്ട, അതും അഴിച്ചു വെച്ചാണ്. അതൊക്കെ ഇറങ്ങി വെച്ചിട്ട്
ബഹുമാനപ്പെട്ടവർ തന്റെ അനുയായികളോട് പറഞ്ഞു, യുദ്ധം ചെയ്തേക്കണം, ആഞ്ഞ് യുദ്ധം ചെയ്തേക്കൂ. അന്ന് ഹറമിൽ യുദ്ധം നടന്നു. അതൊക്കെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യങ്ങളാണ്. ആ യുദ്ധം നടന്ന് മുന്നേറാൻ വേണ്ടി പറഞ്ഞു ബഹുമാനപ്പെട്ടവർ. അനുയായികളോ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ലാ യുശ്ഗിലുക്കും ലാ യുൽഹിയന്നകും അസ്സുആലു അന്നി ഇബ്നു സുബൈർ, അമീറുൽ മുഅ്മിനീൻ എവിടെയെന്ന് ചോദിക്കരുത്, നിങ്ങൾ യുദ്ധം ചെയ്തോ, പോരാടിക്കോ എന്ന് പറഞ്ഞു. പോരാടി മദീനയിലെ മക്കയിലെ ഹജൂൻ മലമടക്കുകളുടെ അടുത്തെത്തിയപ്പോൾ ശത്രുക്കൾ പിടിച്ചു. ഒരാൾ ഷാമുകാരനായ ഒരാൾ ഒരു കല്ല് കൊണ്ട് എറിഞ്ഞു ബഹുമാനപ്പെട്ടവരെ. ആ കല്ല് തലക്കേറ്റ് ബഹുമാനപ്പെട്ടവർ തളർന്നു വീഴുകയാണ്. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ചോരയിൽ കുളിച്ച് നടന്ന് ഓടാൻ നോക്കി. ആ ഓടാൻ നോക്കിയപ്പോ ഒരു പെണ്ണ് കണ്ടിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീന്റെ തലക്ക് കല്ലേറ് തട്ടിയിട്ട് ചോരയിൽ കുളിച്ചിരിക്കുകയാണല്ലോ അമീറുൽ മുഅ്മിനീൻ എന്നാണ് പറഞ്ഞപ്പോഴേക്കും ശത്രുക്കളിൽ അമീറുൽ മുഅ്മിനീനെ കണ്ടു പരിചയമില്ലാത്ത മുഴുവൻ ആൾക്കാരും ഓടിക്കൂടി ബഹുമാനപ്പെട്ടവരെ വധിച്ചു എന്ന് മാത്രമല്ല, മദീനയിൽ മക്കയിൽ ഒരു വർഷക്കാലം സ്വലബ, തല മുറിച്ചെടുത്തിട്ട് ആ ശരീരഭാഗം അന്ന് കഴുമരത്തിൽ, സ്വലീബ് എന്ന് പറഞ്ഞ ക്രോസ് എന്നാണ്, കുരിശിൽ തറക്കുന്ന പോലെ തലയില്ലാത്ത ശരീരം ആമൻ കാമില, ഒരു വർഷം അവിടെ നിർത്തിയിട്ട്, ഒരു വർഷം. അപ്പോഴേക്കും ശരീരം അളിഞ്ഞു പോയിട്ടുണ്ട്, കൈകാലുകൾ മുറിഞ്ഞു ചാടിയിട്ടുണ്ട്, ശരീരം ദ്രവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണ് മർവാൻ ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മതി എന്ന് പറഞ്ഞ് താഴെക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ ഉമ്മ അസ്മാ റളിയല്ലാഹു അൻഹാ ഒരു വർഷക്കാലം തന്റെ മകൻ നിൽക്കുന്ന നിൽപ്പ് കണ്ണുകൊണ്ട് കാണേണ്ട അവസരമുണ്ടായ ഒരു ഉമ്മ. സുബ്ഹാനല്ലാഹ്, ഇതിലും വലിയ മുസീബത്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? 1-2 ദിവസത്തെ പ്രശ്നമാണോ ഇത്? ഒരു വർഷം കടന്നിട്ട് അവസാനം അവരുടെ ഡെഡ് ബോഡി താഴെറക്കാൻ ഉത്തരവായപ്പോ യസ്മാ റളിയല്ലാഹു അൻഹ ചെന്നിട്ട് ആ മകനെ സ്വീകരിച്ചു. കുറച്ച് വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അതിലേക്ക് ശരീരത്തിന്റെ ഭാഗങ്ങൾ പെറുക്കി വെച്ചിട്ട് എന്റെ മോനെ കഴിയുന്ന രീതിയിലൊന്ന് കുളിപ്പിച്ചിട്ട് ഈ മകനെ കൈകൊണ്ട് കഫൻ ചെയ്ത് മകന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച ഉമ്മയാണ് അസ്മാ റളിയല്ലാഹു അൻഹാ. യാ അല്ലാഹ്, ഇതാണ് അസ്മാ റളിയല്ലാഹു അൻഹാ. ആരും അടുക്കാൻ ധൈര്യപ്പെട്ടില്ല. അന്ന് ഈ സ്വന്തം മകനെ കഫൻ ചെയ്ത് മറവ് ചെയ്ത മഹദിയാണ് ഈ ഉമ്മ അസ്മാ റളിയല്ലാഹു അൻഹ. എന്തൊരു ത്യാഗമാണ്! ഈ മനക്കരുത്തുള്ള ഉമ്മമാർ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളായി. ഇങ്ങനത്തെ ഉമ്മമാർ ഒരുപാട് ചരിത്രം. ഉമ്മു റബീഅത്തുർ റഈ റളിയല്ലാഹു അൻഹ, ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖ് റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഇതുപോലെ മക്കളെ വളർത്തിയ ഉമ്മയാണ്. മക്കൾക്ക് നല്ല ഉപദേശം കൊടുത്ത ഉമ്മയാണ്. അള്ളാഹുവിന്റെ മാർഗത്തെ നിലനിൽത്ത ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഉമ്മയും അപ്പയുമാണ് മുസ്ലിം ഉമ്മത്തിന് ആവശ്യം. യാ അല്ലാഹ്, ഉമ്മമാർ മക്കൾക്ക് ത്യാഗം ചെയ്യുന്നവരാണ്. മക്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. ഇത് ഉമ്മയുടെ ഖൽബിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ റഹിം, ഗർഭപാത്രത്തിന് അറബിയിൽ പറയുന്ന വാക്കാണ് റഹിം. ഗർഭപാത്രമുള്ള ആ ശരീരത്തിലാണ് റഹ്മത്ത്, കാരുണ്യമുണ്ടാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, റഹ്മത്തും റഹിമും ഒരുപോലെയാണ് അള്ളാഹുവിന്റെ കാഴ്ചപ്പാട്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹാ, അബൂ താലിബ് എന്നവരുടെ മകൾ, അവരുടെ ഭർത്താവ് മരിച്ചപ്പോ, ഹുബൈറ എന്ന് പറഞ്ഞ ആള് മരിച്ചപ്പോ അദ്ദേഹം ഇസ്ലാം എന്ന് പുറത്തുപോയ ആളായിരുന്നു. കല്യാണം കഴിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മു ഹാനി, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കട്ടെയോ? സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിട്ട് പോകാം. അപ്പോ ഒരു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കണ്ണും കാതും ജീവനും അങ്ങേക്ക് ദണ്ഡം നബിയെ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷേ എനിക്ക് മക്കളുണ്ടല്ലോ നബിയെ, എന്റെ മക്കളെ നോക്കാൻ തിരിഞ്ഞാൽ എന്റെ ഭർത്താവ് അങ്ങയെ ഞാൻ കല്യാണം കഴിച്ചാൽ അങ്ങയെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് വരും. ഞാൻ അങ്ങയെ ശ്രദ്ധിച്ചാൽ എന്റെ മക്കളെ നോക്കാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് നബിയെ, ഞാൻ എന്റെ കുട്ടികളെ നോക്കി ജീവിച്ചോളാം എന്ന് പറഞ്ഞു ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉമ്മമാരി ചെയ്യുന്ന ത്യാഗം നമ്മൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? നിഅമൻ നിസാഉ ഇന്ന ഖൈറ നിസാഇൻ റകിബനൽ ഇബ്ല നിസാഉ ഖുറൈശ്. ഒട്ടകം കയറിയ പെണ്ണുങ്ങളിൽ ഏറ്റവും ഖൈറായവർ ഖുറൈശി പെണ്ണുങ്ങളാണ്. അഹ്നാഹു അലാ വലദിൻ ഫീ സിഗരി, കുഞ്ഞിനോട് ചെറുപ്പത്തിൽ ഏറ്റവും സ്നേഹമുള്ളവർ അവരാണ്. വറആഹു അലാ ബഅരിൻ ഫീ ദാതിഹി, ഭർത്താവിനോട് ഏറ്റവും സ്നേഹമുള്ളവരും ഖുറൈശി പെണ്ണുങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ വിവാഹം ചെയ്യാൻ വിസമ്മതിച്ചു, പക്ഷേ തങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. കുഴപ്പമില്ല,
അങ്ങനെയുണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അവരുടെ ഭർത്താവ് മരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കാൻ വേണ്ടി വരികയാണ്. അവർ പറഞ്ഞു, നബിയേ ഇന്നി ഇംറഅത്തുൻ മുസ്ബിയ, എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടല്ലോ നബിയേ. അപ്പോ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ എന്റെ കുട്ടികളായിക്കോട്ടെ, ഞാൻ അവരെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് അവർ വിവാഹം കഴിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തവർ. ഈ മക്കൾ നമ്മുടെ കണ്ണിലുണ്ണികളാകേണ്ടവർ അല്ലെ? അവരെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ കടപ്പാടുകളും ബാധ്യതകളും നമുക്ക് ചർച്ച വരാനുണ്ട്. ഈ മക്കൾ അല്ലാഹു ചെയ്ത നിഅമത്താണ്, വലിയ നിഅമത്താണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നോക്കൂ, സൂറത്തുൻ നഹൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു ആണ് നിങ്ങൾക്ക് ജീവിക്കാൻ ഇണകളെ തന്നവർ, ഭാര്യ ഭർത്താക്കന്മാരാക്കിയവർ. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന, നിങ്ങൾക്ക് അല്ലാഹു മക്കളെ നൽകുകയും വഹഫദതൻ പേരക്കിടാങ്ങളെ നൽകുകയും ചെയ്തല്ലോ. മക്കളും പേരക്കുട്ടികളും അല്ലെ? പേരക്കുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മക്കളോടുള്ളതിനേക്കാളും സ്നേഹം വാപ്പാക്ക് പേരക്കിടാങ്ങളോടായിരിക്കും. അത് അള്ളാഹു ചെയ്തതാണ്, അള്ളാഹുവിന്റെ നിഅമത്തല്ലയോ എന്ന് അള്ളാഹു ചോദിക്കാൻ. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകുന്നത്, മക്കൾ ജനിക്കുന്നത്, മക്കളില്ലാത്ത ആളുകൾക്ക് അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകുമാറാകട്ടെ അല്ലെ? മക്കളില്ലാത്തവരെ ബേജാറ് അതാണ്, കുട്ടികളില്ലല്ലോ എന്നാണ്. മക്കളുള്ളവരെ ബേജാറ് പഠിച്ചവനെ ഈ കുട്ടികളൊക്കെ എന്തായി പോകുമെന്നാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ചാപ്റ്റർ തന്നെ ഹെഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആൺകുട്ടി ജനിച്ചാൽ സന്തോഷം കുറച്ച് കൂടുക, പെൺകുട്ടി ജനിച്ചാൽ സന്തോഷത്തിനൊരു മങ്ങൽ പാടില്ല എന്ന് പഠിപ്പിക്കാൻ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു. അല്ലെ, കുട്ടികളൊക്കെ ജനിക്കുമ്പോ നമ്മളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയില്ലേ, കുട്ടി ജനിച്ചത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ എനിക്കൊരു സൂത്രവാക്യമുണ്ട്. നമ്മൾ ആരെങ്കിലൊക്കെ വിളിച്ച് ഉസ്താദേ കുട്ടി ജനിച്ചിട്ടോ ഒരു പേര് വേണം എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് പെൺകുട്ടിയാണ്. ഉസ്താദേ ഒരു ആൺകുട്ടി ഇന്നലെ പിറന്നിട്ടോ, ഒരു പേരായിക്കോട്ടെ. ആൺകുട്ടിയാണെങ്കിൽ വേഗം പറയും ജനിച്ചത് ആൺകുട്ടിയാണ്. ഇല്ലെങ്കിൽ കുട്ടി പിന്നെ ചോദിക്കണം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടിയാണോ ഉസ്താദേ? അൽഹംദുലില്ലാ, എന്നാലും അൽഹംദുലില്ലാ. എന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ പാടില്ല, പാടില്ല. നമുക്കറിയോ ആരാ ഉപകാരപ്പെടാം? ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിനാണ് ആകാശഭൂമികളുടെ അധികാരം. യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്തും അല്ലാഹു ലോകത്ത് സൃഷ്ടിക്കുന്നവനാണ്. യഹബു ലിമൻ യശാഉ ഇനാഥാ, അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് അല്ലാഹു തആല ഇനാഥൻ പെൺകുട്ടികളെ കൊടുക്കും. യഹബൂന ദാനം കൊടുക്കുന്ന ഹിബത്ത് എന്ന് പറയാം, ദാനം വെറുതെ തരികയാണ് അല്ലാഹു. ഇനാഥൻ പെൺകുട്ടികളെ തരും. വയഹബു ലിമൻ യശാഉ ദുകൂർ, ചില ആളുകൾക്ക് അല്ലാഹു ആൺകുട്ടികളെ കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാഥാ, ചില ആളുകൾക്ക് ആൺകുട്ടിയെയും കൊടുക്കും പെൺകുട്ടിയെയും കൊടുക്കും. വയജ്അലു മൻ യശാഉ അഖീമാ, ചില ആളുകൾക്ക് കുട്ടികളെ തന്നെ അല്ലാഹു കൊടുക്കുകയില്ല. അങ്ങനെയാണ്. എത്ര ചികിത്സിച്ചിട്ടും മക്കളുണ്ടായില്ല. ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു എല്ലാം അറിവുള്ളവനാണ്. നിങ്ങൾക്ക് ആൺകുട്ടികളെ തരലാണോ ഹൈറ്, പെൺകുട്ടികളെ തരലാണോ ഹൈറ്, മക്കൾ ഉണ്ടാവലാണോ ഹൈറ്, മക്കളില്ലാതിരിക്കലാണോ ഹൈറ്, ഇതെല്ലാം അല്ലാഹുവിനെ അറിയൂ. എന്താണ് ഖുർആനിന്റെ ഭാഷ്യം? ഇവിടെ അല്ലാഹു തആല ആദ്യം തരുന്നു പറഞ്ഞു എന്താണ്? ഇനാഥൻ പെൺകുട്ടി, പിന്നെ പറഞ്ഞു ആൺകുട്ടി, പിന്നെ പറഞ്ഞു ആണും പെണ്ണും തരും. ഇങ്ങനെ വന്നപ്പോ മഹാനായ വാസിലത്ത് ബിൻ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പെണ്ണ് ഉമ്മയായ ഒരു ഉമ്മ ഒരു മാതാവിന് കിട്ടുന്ന സൗഭാഗ്യമാണ്. ആദ്യം ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ അത് അല്ലാഹു ചെയ്യുന്നൊരു സൗഭാഗ്യമാണ്. കാരണം അല്ലാഹ് കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞത് പെൺകുട്ടി എന്നാണ്, പിന്നെ ആൺകുട്ടി. അങ്ങനെ ആദ്യം പെൺകുട്ടി ഇന്ന മിൻ യുംനിൽ ബർക
മർഅതി തദ്കീറുഹാ ബിൽ ഉൻസാ ഖബ്ല അദ്ദകർ. ആൺകുട്ടി ജനിക്കുന്നതിന് മുമ്പ് പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സൗഭാഗ്യം തന്നെയാണെന്ന് വിചാരിച്ചോളൂ എന്ന് മഹാനായ വാസിറത്ത് ബിൻ അസ്ഖഅ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇല്ലേ, ഈ മക്കളോട് സ്നേഹം കൊടുക്കുന്നത് പോലും കൂലിയല്ലേ? അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിച്ചത്, നബിയേ 10 മക്കളുണ്ട് എനിക്ക്, ഒരു കുട്ടിയെ ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല നബിയേ. മല്ലാ യർഹം ലാ യുർഹം. റഹ്മത്ത് ചെയ്യാത്തോനെ അല്ലാഹ് റഹ്മത്ത് ചെയ്യൂല. സിമ്പിളായ മറുപടി, യാ അല്ലാഹ് ഞാൻ 10 കുട്ടികളുടെ ചുംബിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. മക്കളെ, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് നോക്കൂ, മൻ കാന ലഹു സലാസു ബനീന സലാസു ബനാതിൻ ഔ സലാസു അഖവാത്. ശരിക്കും നമുക്ക് കൂലി കിട്ടുന്ന വിഷയമാണ്. ഒരാൾക്ക് 3 പെൺകുട്ടികളോ 3 പെങ്ങന്മാരോ ഉണ്ടെങ്കിൽ, സഹോദരിമാർ. ചില ആളുകൾ ഗൾഫിൽ ജോലി ചെയ്തിട്ട് എന്താ ചെയ്തത്? പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ സമ്പാദ്യങ്ങളും കൊടുത്തു. ഇപ്പൊ ഒന്നുമില്ല, ഒരു ബേജാറില്ല. അള്ളാഹുവിന്റെ മാർഗത്തേക്ക് നിങ്ങൾ നിയ്യത്ത് ചെയ്താൽ മതി, ഇത് തന്നെ ധാരാളമാണ്. 3 പെൺകുട്ടികളോ ഔ സലാസു അഖവാത്തിൻ, 3 സഹോദരിമാരോ. പിന്നെ പറഞ്ഞു 2 പെൺകുട്ടികളോ ഔ ഉഖ്താനി, 2 സഹോദരിമാരോ. ഒന്നുകിൽ 3 അല്ലെങ്കിൽ 2, രണ്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല. 2 പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ 2 പെങ്ങന്മാരുണ്ട്. ഫഅഹ്സന സുഹ്ബതഹുന്ന, അവരെ നല്ല നിലയിൽ വളർത്തുകയും വസബറ അലൈഹിന്ന, അവർക്ക് വേണ്ടി ക്ഷമിക്കുകയും ചെയ്താൽ. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇങ്ങനെ അറിയേണ്ട ഒരു വാക്കാണ് ഈ അവർക്ക് വേണ്ടി ക്ഷമിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്നത്തെ നമ്മുടെ കല്യാണ സാഹചര്യങ്ങളൊന്നുമില്ല. ഒരു കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ ചെലവെന്ന്, എത്രയാണ് അതിന്റെ ചെലവ്. അപ്പൊ ഒരു മനുഷ്യന് നല്ല ക്ഷമിക്കേണ്ടി വരും. പടച്ചോനെ, സ്വർണത്തിന്റെ വില കൂത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പടച്ച തമ്പുരാനെ, സ്വർണം വാങ്ങണല്ലോ കല്യാണത്തിന്, സമ്പാദ്യാണ് ഈ പോകുന്നത്. അപ്പൊ ഒരിക്കൽ പത്രത്തിൽ വന്നു, ഇതാ 20 ഉറുപ്യ കുറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, നാളെ കൂടുന്നത് 200 ആണ്. അപ്പോഴും പടച്ച തമ്പുരാനെ, സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുമ്പോ മനുഷ്യന് വേദന വരും. ക്ഷമിക്കാൻ പറയാം. ഫസബറ അലൈഹിന്ന, അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സേവനങ്ങൾക്ക് നിങ്ങൾ ക്ഷമിക്കുകയും വത്തഖല്ലാഹ ഫീഹിന്ന, അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ അവരെ വളർത്തുകയും ചെയ്താൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ കടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പെങ്ങന്മാരുള്ളവരെന്ന് കൈവക്കുകയാണ്. 3 പെങ്ങന്മാരുള്ളവര്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 3 പെങ്ങന്മാർ അല്ലെങ്കിൽ 3 പെൺമക്കൾ, 2 പെങ്ങന്മാർ, 2 പെങ്ങന്മാരുള്ള 2 സഹോദരിമാരുള്ളവർ. എനിക്ക് 2 ഉണ്ട്. അൽഹംദുലില്ലാഹ്. സ്വർഗത്തേക്ക് പോകാൻ വഴി കയ്യിലുണ്ട് മുഅ്മിനീങ്ങളെ. അവരെ നല്ല നിലക്ക് നോക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവരെ ജീവിപ്പിക്കുക. അള്ളാഹു തആല സ്വർഗം തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. എത്ര സിമ്പിൾ ആയിട്ടാണ് അല്ലാഹു തആല ഈ വിവാഹത്തിലേക്കൊക്കെ വരാൻ വേണ്ടി പറഞ്ഞത്. എത്ര സിമ്പിൾ ആയിട്ടാണ്. നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി പെങ്ങന്മാരെ കെട്ടിക്കാൻ വേണ്ടി ഇടങ്ങാറായി പ്രയാസപ്പെട്ട് ഇത്രയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മളായിട്ട് തുടങ്ങി വെച്ചതാണ്. നമ്മളായിട്ട് തന്നെ നിർത്തും വേണം. അത് നമ്മൾ തീരുമാനിക്കാതെ. ഉസ്താദന്മാരുടെ വാദ് പറയുന്നുണ്ട്, കല്യാണം ആലോചിക്കും പിന്നെ നമുക്ക് തോന്നിയ പോലെയാണ്. അപ്പൊ പിന്നെ സംഗതി നടക്കൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, നബിയെ അങ്ങനെ കല്യാണം കഴിക്കണം. അൽ വാഹിബത്തു നഫ്സഹ, ഹദീസിലൊക്കെ അങ്ങനെയാണുള്ളത്. എന്നെ കല്യാണം കഴിക്കണം നബിയെ എന്ന് വന്ന് പറഞ്ഞു. നബി തങ്ങൾ ആ നേരം അത് സ്വീകരിച്ചില്ല. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ, സവ്വിജ്നീഹാ യാ റസൂലല്ലാഹ്, ഞാൻ കെട്ടിയാ മതിയോ നബിയെ എന്നൊരാൾ ചോദിച്ചു സദസ്സിൽ നിന്ന്. നബി തങ്ങൾ ചോദിച്ചു, മാ തസ്ദുഖുഹ, എന്താണ് സ്വദാഖ്, മഹർ എന്താ കൊടുക്കാനുള്ളത്, എന്താ മഹർ കൊടുക്കണ്ടേ? യാ അല്ലാഹ്, നമ്മൾ നേരെ തിരിച്ചറിയിക്കണതില്ലേ പെണ്ണെ, എന്താ അങ്ങോട്ട് കിട്ടാനുള്ളത്? സുബ്ഹാനല്ലാഹ്, എന്താ മഹർ കൊടുക്കാനുള്ളത്? ആള് പറഞ്ഞു, ഇസാരി, എന്റെ ഈ അരയുടുപ്പ്, എന്റെ മുണ്ട്, എന്റെ തുണി ഞാൻ കൊടുത്തേക്കാം മഹറായിട്ട്. നബി തങ്ങൾ പറഞ്ഞു, ഈ തുണി കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ തുണി ഉണ്ടാവോ? ഇല്ല. അപ്പോ നിങ്ങൾ പോയിട്ട് ഇരുമ്പിന്റെ ഒരു മോതിരെങ്കിലും കിട്ടുമെന്ന് നോക്കി. സ്വർണം വെള്ളി നോക്കില്ല, ഇരുമ്പെങ്കിലും കിട്ടുമെന്ന് നോക്കി. ഇയാൾ അങ്ങോട്ട് പോയി കുറെ അന്വേഷിച്ചു, കിട്ടാനില്ല. തിരിച്ചു വന്നു, നബിയെ പൂതി മനസ്സിലുണ്ട് കല്യാണം കഴിക്കാൻ, പക്ഷേ ഇരുമ്പിന്റെ മോതിരം പോലും കിട്ടാനില്ല. തങ്ങൾ ചോദിച്ചു, വിശുദ്ധ ഖുർആൻ എന്തെങ്കിലൊക്കെ ഓർമ്മയുണ്ടോ?
നഅം സൂറത്ത് കദാ വകദാ സൂറ, നബിയെ കുറച്ച് സൂറത്തൊക്കെ എനിക്ക് മനപ്പാടുണ്ട്. എന്നാൽ സവ്വജ്തുകഹുമാ ബിമാ മഅക മിനൽ ഖുർആൻ, ആ ഖുർആൻ നിങ്ങൾ നിങ്ങളുടെ പുതിയണ്ണിന് പഠിപ്പിച്ചു കൊടുക്കുമെങ്കിൽ അത് മഹറായിക്കോട്ടെ, ഞാൻ കല്യാണം നടത്തി തന്നു. സുബ്ഹാനല്ലാഹ്, നിക്കാഹ് നടന്നു, എന്തേ മഹർ? പരിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കാൻ പഠിപ്പിക്കാം. ഇതാണ് നമ്മൾ 300-400 പവനാക്കി കൊണ്ടുവന്നത്. ഇതാണ് നമ്മൾ ലക്ഷങ്ങൾ കെട്ടിവെക്കേണ്ട ദുരാചാരമാക്കി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ഇബാദത്തിനെ നമ്മൾ മാറ്റിമറിച്ചത്. യാ അല്ലാഹ്, ഹദീസ് നോക്കണം. ഇമാമുന തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഒരു പെണ്ണിനെ മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ, ഒരു പെണ്ണിന്റെ അഭിമാനം നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. എന്തേ? ഒരു നല്ല പ്രസ്റ്റീജിയസ് ഫാമിലിയാണ്, അഭിമാനം കിട്ടും. ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ എന്തായിരുന്നു നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ നിയ്യത്ത്? കല്യാണം കഴിക്കാൻ പോകുമ്പോ എന്തായിരുന്നു? എന്തിനാണ് ഇപ്പൊ കല്യാണം കഴിച്ചത്? ഈ പെണ്ണിനെ നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചത്? ഇതിങ്ങനെ ആലോചിച്ചാൽ ഈ പറഞ്ഞ ഹദീസ് ശരിക്കും മനസ്സിലാവും. ഹദീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. എന്തിനാണ് കല്യാണം കഴിച്ചത്? ലിഇസ്സിഹാ, നല്ല തരക്കേടില്ലാത്ത പ്രസ്റ്റീജിയസ് ഫാമിലിയാണ്, കുഴപ്പമൊന്നുമില്ല. ലം യസിദ്ഹു അല്ലാഹു ഇല്ലാ ദുല്ല, ആ മനുഷ്യന് ആ വിവാഹം കാരണം അല്ലാഹു തആല അപമാനമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. മൻ തസവ്വജഹാ ലിമാലിഹാ, വാപ്പാക്ക് സമ്പത്തുണ്ട്, വാപ്പ മരിച്ചാൽ പിന്നെ പെണ്ണിനാണത് കിട്ടാൻ പോകുന്നത്, അതിന്റെ അവകാശി ഞാനും കൂടെയാണതുകൊണ്ട് സമ്പത്ത് വേണം എന്നതാണ് ലക്ഷ്യം, കല്യാണത്തിന്റെ ലക്ഷ്യമെങ്കിൽ ലം യസിദ്ഹില്ലാഹു ഇല്ലാ ഫഖറാ, ദാരിദ്ര്യമല്ലാതെ അല്ലാഹു അയാൾക്ക് വർദ്ധിപ്പിക്കുകയില്ല. സ്ത്രീധനത്തിന്റെ പൈസയൊക്കെ തീർന്നു, കച്ചവടം കണ്ട് പൊളിഞ്ഞു, അല്ലേ? അങ്ങനെ വരുള്ളൂ എന്നാ ആലോചിച്ചു നോക്കി. മൻ തസവ്വജഹാ ലിഹുസ്നിഹാ, അവളുടെ സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ടാണ് കല്യാണം കഴിച്ചതെങ്കിൽ ലം യസിദ്ഹില്ലാഹു ഇല്ലാ ദനാഅ, ഏറ്റവും പ്രയാസമുള്ള അനുഭവമല്ലാതെ അല്ലാഹു അയാൾക്ക് നൽകില്ല. വേറെ ഹദീസിലുണ്ട്, ലഅല്ല ജമാലഹാ യുത്ഗീഹാ, പെണ്ണിന് കുറച്ച് മുഖസൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവൾക്ക് തോന്നും ഞാൻ തരക്കേടില്ലല്ലോ, അത് കാരണം അപകടങ്ങൾ ഒരു പിടി പിന്നാലെ വരും. അതാ ആകെ നോക്കിയത് ചുരുക്കാണ്. ചെറുപ്പക്കാർ നാട്ടിൽ ചെന്നാൽ ബൈക്ക് എടുത്ത് ഇറങ്ങി ഓടുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ ഗൾഫുകാർ. നമ്മോട് തന്നെയാണല്ലോ ഇത് പറയേണ്ടത്. ബൈക്ക് എടുത്തിട്ട് ഇറങ്ങുകയാണ്, ബൈക്കോ കാറോ എന്തെങ്കിലും. എത്ര കണ്ടു? ഇന്ന് 4, നാളെ 5 അപ്പോയിന്റ്മെന്റ് ആണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ അവൻ ആകെ 20 ദിവസത്തെ ലീവാണ്, അതിൽ 19 ദിവസവും കാണാൻ നടക്കുകയാണ്. പടച്ചോനെ, ലീവ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നാളത്തെ അപ്പോയിന്റ്മെന്റ് എന്തായാലും നമ്മൾ ഫിക്സ് ചെയ്തേ പറ്റൂ, നാളെ അത് ഉറപ്പിച്ചേ പറ്റൂ. നാളത്തേത് ഉറപ്പിക്കും, ആർക്കും പറ്റാത്തതിന് അവന് പറ്റിയിട്ടാണ് ഉറപ്പിച്ചു പോരും. ഇത് അല്ലാഹു തആല ചെയ്യാണ്, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇത് ചെയ്യാൻ പാടുണ്ടോ? ആരെയാണ് കാണേണ്ടത്, ആരെയാണ് കാണാൻ പറ്റാത്തത്? എന്താണ് ഈ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കാണാൻ പോവുക? ഇതിനൊക്കെ ശറഇന്റെ വിധികളില്ലേ? ആകെ ഭംഗിയെ നോക്കിയിട്ടുള്ളൂ. ലം യസിദ്ഹില്ലാഹു ഇല്ലാ ദനാഅ. ഇനി നോക്കേണ്ടത് മുഅ്മിനായ മനുഷ്യൻ നോക്കേണ്ടതൊന്നുമല്ല. വമൻ തസവ്വജ ഇംറഅ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ ലം യസിദ് ബിഹാ ഇല്ലാ അൻ യഗുല്ല ബസറ, അല്ലാഹുവേ ഹറാമിലേക്ക് നോക്കാതെ എന്നെ കണ്ണിനെ ഒന്ന് ചിമ്മിപ്പിക്കണം, ഹറാമിലേക്ക് നോക്കാതെ കണ്ണിനെ ചിമ്മിപ്പിക്കണം, ഇതാണ് ലക്ഷ്യം. വയുഹ്സിന ഫർജ, തന്റെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കണം, അതിന് അല്ലാഹുവേ എനിക്ക് കല്യാണം കഴിക്കണം. അങ്ങനെയെങ്കിൽ ഔ യസ്വില റഹിമ, കുടുംബ ബന്ധം ചേർക്കണം, ഒരു പുതിയ ബന്ധമാവുകയല്ലേ. അവളുടെ ഉമ്മ എന്റെ ഉമ്മയാവുകയാണ്, അവരുടെ വാപ്പ എന്റെ വാപ്പയാണ്, ആൻഡ് വൈസ് വേഴ്സ. അല്ലാഹുവേ, ഈ കുടുംബ ബന്ധത്തിന് കൂലിയുണ്ടല്ലോ, എന്റെ കണ്ണ് ചിമ്മിപ്പിക്കണം, എന്റെ ശരീരത്തിലെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കണം. ഇതിനു വേണ്ടിയാണ് നിക്കാഹ് ചെയ്തതെങ്കിൽ ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീഹി, ഭർത്താവ് ഈ നിയ്യത്ത് വെച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ ബറക്കത്തുണ്ട്, ഭർത്താവിൽ ഭാര്യയ്ക്കും അല്ലാഹു ഭാര്യയിലും ബറക്കത്ത് നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പവിത്രമാണ് വിവാഹം, പവിത്രമാണ്. അതുകൊണ്ടാണ് ഭാര്യയെ സമീപിക്കുന്ന വിവാഹിതനായ ഭർത്താവ് തന്റെ ഭാര്യയെ ശാരീരികമായ ബന്ധപ്പെടലിന് ഒരുങ്ങുന്ന നേരം പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ അന്ന അഹദകും ഇദാ അറാദ അൻ യതിയ അഹദകു ഖാൽ ബിസ്മില്ലാ, അവിടെയും ബിസ്മില്ല. എന്തേ?
അല്ലാഹു തആല കൂലി തരും. നീ ഹറാമിനല്ല ഈ ഉപയോഗിക്കുന്നത്, ഹലാലിലാണ്. തന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംസർഗത്തിൽ ഒരു പിശാച് വരരുത്, ഞങ്ങൾക്ക് ജനിക്കുന്ന മക്കളിലും പിശാച് വരരുത് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കിടക്കാവൂ. അങ്ങനെ അവർക്ക് മക്കൾ ജനിക്കുകയാണെങ്കിൽ ആ മക്കളെ പിശാച് തൊടുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പവിത്രമാണ്. ഇത് മൃഗങ്ങളെപ്പോലെ വൈകാരികത നിർവഹിക്കാനുള്ള പണിയല്ല. നിക്കാഹ് സുന്നത്തി, എന്റെ സുന്നത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമോ, അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഇന്നർ റജുല ഇദാ നളറ ഇല ഇംറഅതിഹി, ഭർത്താവ് തന്റെ ഭാര്യയെ നോക്കുകയും വനളറത ഇലൈഹി, അവൾ ഭർത്താവിലേക്കും നോക്കി. അല്ലാഹു തആല രണ്ടുപേരിലേക്കും കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും നോക്കിയിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോ അങ്ങനെയൊക്കെ വീഡിയോ കോളുകളിലൊക്കെ നോക്കിയിട്ട് ആ നോക്കലിനും കൂലി തരും അല്ലാഹു. സ്വന്തം ഭാര്യയെ നീ കണ്ടോ? നീ കണ്ടവനെ വിളിക്കുന്നതല്ലേ അല്ലാഹു ഹറാമാക്കിയത്. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്. അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം ആ നോട്ടത്തിലേക്ക് തരും. അപ്പൊ അങ്ങനത്തെ മൊബൈലൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഈ കൂലി കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചോ? അപ്പൊ അതിന്റെ കൂലി തരും അല്ലാഹു തആല. അപ്പൊ ആ പൈസ ചെലവാക്കിയത് മുതലായി. അവരുടെ കൈ ഭർത്താവ് പിടിച്ചാൽ അവരുടെ വിരലുകൾ പിടിക്കുന്നതോടുകൂടെ അവരുടെ തെറ്റുകൾ അല്ലാഹു തആല അടർത്തി താഴെ വീഴ്ത്തും. കൈ പിടിക്കുന്നതോടുകൂടെ കണ്ടപ്പോൾ റഹ്മത്തിന്റെ നോട്ടം, കൈപിടിച്ചപ്പോൾ പാപങ്ങൾ കൊഴിഞ്ഞു പോകൽ. ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന കൂലിയല്ലേ? എത്ര കൂലി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ? നമ്മൾ ഹദീസ് മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ കുടുംബത്തിൽ എന്തൊരു സന്തോഷമാണ്, അവിടെ എന്ത് പ്രശ്നമാണ്. ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരു ഹദീസ്, ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മഹാനോട് ഒരാള് തന്റെ കുഞ്ഞിനെ ഹിഫ്ദിനെ പഠിപ്പിക്കാൻ വേണ്ടി ചേർത്താൻ വേണ്ടി ചോദിച്ചതാ, അല്ല ഉസ്താദ്, എത്ര വയസ്സിലാണ് ഇപ്പൊ ഹിഫ്ദിനൊക്കെ ചേർത്തേണ്ടത്? എത്ര വയസ്സിലാണ് ഞാൻ ഹിഫ്ദ് കോളേജിൽ ചേർക്കേണ്ടത് കുട്ടിയെ? കുട്ടിക്ക് എത്ര വയസ്സായി ചോദിച്ചു. കുട്ടിക്ക് ഇപ്പൊ 3 വയസ്സായി. അല്ലാ, സമയം കഴിഞ്ഞല്ലോ. സമയം കഴിഞ്ഞോ? സമയം കഴിഞ്ഞു. ഇത് നിങ്ങൾ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. കുട്ടികളെ എത്ര സമയത്ത് ചേർത്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഭാര്യ വിചാരിച്ചാലേ ഈ കുട്ടി ഹാഫിളാവും, അല്ലേ? കുട്ടിന്റെ ഉമ്മ ഇതൊക്കെ താല്പര്യമുള്ള ഉമ്മയാവണം. അങ്ങനത്തെ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ ആലോചിക്കണം, സമയം അപ്പോഴാണ്. ഏതായാലും പറഞ്ഞുതരാന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഉപദേശം കൊടുത്തു കേട്ടോ. പക്ഷെ വലിയൊരു മെസ്സേജ് കൈമാറി. സ്വാലിഹത്തായ പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടത്, അല്ലേ? 4 സന്തോഷം അല്ലാഹു മുഅ്മിനായ മനുഷ്യന് വെച്ചിട്ടുണ്ട് ദുനിയാവിൽ. 4 മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. ഒന്ന്, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണ്. വൽ മസ്കനുൽ വാസി, വിശാലതയുള്ള വീട്. വിശാലത എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇന്നത്തെ 3000, 4000, 10,000 സ്ക്വയർ ഫീറ്റ് അല്ല ഈ പറയുന്നത്. അന്നത്തെ സ്വഹാബത്തിന്റെ വീട് തല വെച്ചാൽ കാല് പുറത്തായിരുന്നു, കാലുള്ളിലാക്കിയാൽ തല പുറത്തായുമായിരുന്നു. അൽ മൻസിലുൽ വാസി, വിശാലതയുള്ള വീട്. വൽ ജാറു സ്വാലിഹ്, നല്ല സ്വാലിഹായ അയൽവാസി. ആകെ പ്രശ്നങ്ങൾ ഒളിച്ചോടൽ ആരപ്പാ? അയൽവാസിന്റെ. അൽ ജാറു സ്വാലിഹ്, അയൽപക്കത്ത് താമസിക്കാൻ സ്വാലിഹായ ഒരു മനുഷ്യനെ കിട്ടിയാൽ. വൽ മർകബുൽ ഹനീ, നല്ല ആശ്വാസം തരുന്ന വാഹനം. ആശ്വാസം തരുന്ന വാഹനം, വിശാലതയുള്ള വീട്, നല്ലൊരു അയൽവാസി ആ പരന്റെ അടുത്തുണ്ട്. സ്വന്തം പരക്ക് നല്ലൊരു ഭാര്യയും ഉണ്ടെങ്കിൽ വലിയ സൗഭാഗ്യം ആ മുഅ്മിനായ മനുഷ്യന് കിട്ടിക്കഴിഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹു അനുവദിച്ച ഹലാലുകളാണ്. യാ അല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ ഒരു ആയത്തുണ്ട്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ. മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞതാ. സ്വർണ്ണവും വെള്ളിയും ഒരുമിച്ച് കൂട്ടി വെച്ച് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്യാത്ത ആളുകൾക്ക് അല്ലാഹു തആല ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, നരകത്തിന്റെ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. ഈ ആയത്തിറങ്ങിയപ്പോ സ്വഹാബികൾ, നബിയെ സ്വർണം വെള്ളിയും പറ്റൂല എന്നപ്പോ മനസ്സിലായത്, ഇനി ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റിയ വേറെ വല്ല മുതലുമുണ്ടോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ലിസാനുൽ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാവ്, വഖൽബുൻ ഷാകിർ, ശുക്ർ
യസ്ബുറു ചെയ്യുന്ന ഹൃദയം, വസൗജത്തുൻ മുഅ്മിന തുഈനുഹു അലാ ഈമാനിഹി, തന്റെ ഈമാനിനെ തന്നെ സഹായിക്കുന്ന മുഅ്മിനത്തായ പെണ്ണ് ഇതുണ്ടെങ്കിൽ യാ അല്ലാഹ് ഏറ്റവും വലിയ സമ്പാദ്യം അതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാധ്യതകൾ പറയുകയാണ്. ബാധ്യതകൾ പറയുമ്പോൾ ആണുങ്ങളുടെ ബാധ്യതകളും പെണ്ണുങ്ങളുടെ ബാധ്യതകളും പറയണം. ഇന്ന് രാവിലെ എന്റെ ഉമ്മാക്ക് ഫോൺ ചെയ്തു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഫാമിലി വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മ പറഞ്ഞു, മോനെ എല്ലാ ഉസ്താദുമാരും പെണ്ണുങ്ങളുടെ ബാധ്യത മാത്രമേ പറയുള്ളൂ കേട്ടോ, മോൻ ആണുങ്ങളതും കൂടെ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഉമ്മ ഞാനിത് ഇന്ന് പരിപാടിയിൽ പറയും കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഉമ്മ പറഞ്ഞു, പെണ്ണുങ്ങളെങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ആണുങ്ങൾ ഇങ്ങനെ സുഖിച്ച് നടക്കുക, അവർക്ക് ബാധ്യത ഒന്നുമില്ല, ഈ ബാധ്യത ഒക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളൂ എന്നൊരു തോന്നലുണ്ട്, അതുകൊണ്ട് മോന് രണ്ടു കൂട്ടരെ ബാധ്യത പറയണം കേട്ടോ, പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഉമ്മ, ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് രണ്ടും കൂടെ പറയണം. നമുക്കും ബാധ്യത ഉണ്ട്, പെണ്ണുങ്ങൾക്കും ബാധ്യത. പക്ഷെ പെണ്ണുങ്ങളുടെ ബാധ്യത കൂടുതലാണ്, പെണ്ണുങ്ങൾക്കുള്ള ബാധ്യത കൂടുതലാണ്. അതിന് കാരണങ്ങളുണ്ട്. അവർ ജോലിക്ക് പോകാൻ അല്ലാഹ് പറഞ്ഞിട്ടില്ല. അവര് ജോലിക്ക് പോകാൻ അല്ലാഹു ഇമാമുന അലി റളിയല്ലാഹു അൻഹുവിന്റെ അവരെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു റിവായത്തുണ്ട്. ബഹുമാനപ്പെട്ടവർ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പറഞ്ഞതാണ്, വശാറഖ റജുല ഇംറഅതുഹു ഫീ ത്വലബി ദുനിയ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ കൂടെ ജോലിക്ക് നിർത്തുന്ന കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മസീഹ് ദജ്ജാൽ വരുന്ന കാലമാണെന്ന് ഇമാമുന അലി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. എന്താ അർത്ഥം? നീയും കൂടെ പോയിക്ക് പൈസ ഏതായാലും ആവില്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിലാണെങ്കിൽ ഓക്കെ, അത്യാവശ്യം ജീവിച്ചു പോകാനും വാടക കൊടുക്കാനും ഭർത്താവിന് കഴിയുന്നുണ്ട്, എന്നാ പിന്നെ പെണ്ണിനെ ജോലിക്ക് പറഞ്ഞയക്കും. നിർബന്ധിക്കാൻ ഒരിക്കലും പാടില്ല. ഒരു പെണ്ണ് ഭർത്താവിനെ സഹായിക്കാൻ ഒരുക്കമാണ്. ആണുങ്ങളുമായി മിക്സിംഗ് വരാത്ത, ഹറാമിന്റെ അവസരങ്ങളില്ലാത്ത ഒരു ജോലി അവൾക്ക് കിട്ടുകയും ചെയ്താൽ അവൾ പൊയ്ക്കോട്ടെ. എന്നാൽ പോലും അത് അവളുടെ ബാധ്യതയല്ല. ഭർത്താവ് ജോലിക്ക് പോയേ പറ്റും. ഭാര്യ പറഞ്ഞിട്ട് ഭർത്താവ് വിട്ട് കൈയും കെട്ടിയിരിക്കുകയാണ്, ചെയ്യാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു, ചെലവ് കൊടുക്കേണ്ടത് ഭർത്താവാണ്, അതുകൊണ്ട് അല്ലാഹു ഭർത്താവിന് ഭാര്യയുടെ മേൽ ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാനൊരു 7 എണ്ണമാണ് ഇവിടെ ചുരുക്കി പറയുന്നത് ബാക്കി വിഷയത്തിന്റെ മുമ്പ്. ഒന്ന്, ജീവിതം ഒരുമിച്ച് പോകണം. എത്രയോ നിക്കാഹുകൾ നടക്കുന്നുണ്ട് ലോകത്ത്, എത്രയോ കല്യാണങ്ങൾ, തൊലാഖുകൾ എത്രയോ നടക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ? നിസ്സാര പ്രശ്നങ്ങൾക്ക് തൊലാഖുകൾ. ഒരു മാസം ഒരാഴ്ച നിൽക്കുമ്പോഴേക്കും തൊലാഖാണ്. രണ്ടു കൂട്ടർക്കും അറിയില്ല എന്താണ് ജീവിതം. ആകെ കണ്ടത് കുറച്ച് സിനിമകളാണ്, കുറച്ച് സീരിയലുകളുമാണ്. ഇതല്ലാതെ പെണ്ണിനൊരു ഇൽമും കിട്ടിയിട്ടില്ല. അതിന്റെ സാഹചര്യങ്ങൾ ഉമ്മയും വാപ്പയും വീട്ടിൽ തയ്യാറാക്കി കൊടുത്തു. മക്കൾ കാണുന്ന ഇതാണ് അല്ലേ? എന്താണ് നമ്മുടെ നാട്ടിന്റെ ഒക്കെ അവസ്ഥ? മക്കൾക്ക് നല്ലത് കേൾക്കാൻ അവസരങ്ങളുണ്ടോ? ഇല്ലല്ലോ. എന്താ ഈ തൊലാഖ് നടക്കുമ്പോ ആരും വിളിച്ച് ചോറ് കൊടുക്കൂല, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല പരസ്യമായിട്ട്. കല്യാണത്തിന് ആളെ വിളിക്കുള്ളൂ. എന്താ പ്രശ്നങ്ങൾ? നിസ്സാര വിഷയങ്ങൾക്ക്, വളരെ നിസ്സാരം. അവർക്ക് സഹകരിച്ചു പോവാൻ പറ്റണില്ല. പിന്നെ തീരെ സാംസ്കാരിക മൂല്യങ്ങൾ ഒന്നുമില്ലാത്ത പെണ്ണ് പച്ചയിൽ പറയും, എനിക്ക് വേറെ ഒരാളുടെ ഇഷ്ടമാണ്, എന്നാൽ എനിക്ക് നരകത്തേക്ക് പോകാൻ ഞാൻ ഒരുക്കാണ്, എന്നെ വിട്ടു തന്നളി. നിങ്ങൾ പറഞ്ഞ ഒരു ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് എന്നെ തൊലാഖ് ചൊല്ലണം എന്നൊരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ നരകത്തിലേക്കുള്ള വഴിയാണ് അവൾ തുറന്നു വെച്ചതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാരണമില്ലാതെ എന്തിനാണ് ഇതൊക്കെ? റൊമാൻസുകളാണ്. നമ്മുടെ നാടുകളിൽ നടക്കുന്ന സാംസ്കാരിക നായകന്മാർ എഴുതിവിടുന്ന എഴുത്തുകൾ, അവരുടെ നോവലുകൾ, അവരുടെ ഫിക്ഷനുകൾ, അവരുടെ സിനിമകൾ, അവരുടെ ഈ സീരിയലുകൾ, അവരുടെ പ്രോഗ്രാമുകൾ, എന്താ അതിന്റെ ആകത്തുക? എന്താണ് ഈ ആകത്തുക? ജാതിയും മതവും നോക്കാതെ നീ സ്നേഹിച്ചോ? മുഅ്മിനെ പച്ച കാഫിറുകളാണ് ഈ ചെയ്തു വെക്കുന്നത്. അവരുടെ ചിന്തകളാണ്, അവരാണ് ഈ സംവിധായകന്മാർ, അവരാണ് ഇതിന്റെ പ്രൊഡ്യൂസർമാർ, അവരാണ് ഈ പണിക്കൊരുങ്ങുന്നത്. അവർ പറയുന്നു സ്നേഹിക്കുന്നവർക്ക് ജാതി മതമൊന്നുമില്ല. ഇതെവിടുത്തെ നിയമമാണ്. കണ്ടവന്റെ കൂടെ ഒളിച്ചോട് പോകുന്നത് ഹീറോയിസമാണ് അല്ലേ? ക്യാമ്പസുകളിൽ സ്വസ്ഥമായ അച്ചടക്കത്തിൽ പഠിക്കുന്ന മക്കളെ ചെന്നിട്ട് നിങ്ങൾക്കൊന്നും ബോയ് ഫ്രണ്ട്സുകളും ഗേൾ ഫ്രണ്ട്സുകളും ഇല്ലേ എന്ന് ചോദിച്ച് ഹിജാബിലും അച്ചടക്കത്തിലും കഴിയുന്ന കൊച്ചു മക്കളെ, നമ്മുടെ സഹോദരിമാരെ, അവരുടെ മനസ്സുകൾക്കിടയിലേക്ക് വിഷം കുത്തിവെക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന മൈക്കുകളുമായി ഇറങ്ങിത്തിരിക്കുന്ന ക്യാമ്പസ് പ്രവർത്തകന്മാർ, ഇതല്ലേ നമ്മുടെ മക്കൾ കാണുന്നത്?
കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടുന്നത് ഹീറോയിസം. കാരണം സിനിമയിൽ നായിക ചെയ്യുന്നത്, നായകൻ ചെയ്യുന്ന പണി അത്. മുഅ്മിനീങ്ങളാണോ ഇതിന്റെ ആളുകൾ? നമ്മുടെ സമൂഹം തെറ്റിദ്ധരിക്കപ്പെടാനും നമ്മുടെ മക്കളിൽ തോന്നിവാസങ്ങൾ വളരാനും ഇത് കാരണമായിട്ടില്ലേ മുഅ്മിനീങ്ങളെ? നിങ്ങൾ പറയൂ, കാരണമായിട്ടില്ലേ? ഇതല്ലാതെ വേറെ എന്താ ഇത്തരം അരാജകത്വങ്ങൾ നാട്ടിൽ ഉണ്ടാക്കി വെച്ചത്? വേറെ ആരാണ് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നത്? കണ്ടവന്റെ കൂടെ ഇറങ്ങിക്കോ, ഡ്രൈവറുടെയും അശാരുടെയും കൂടെ നീ ഇറങ്ങിപ്പോയിക്കോ, ജാതി ഞങ്ങൾ സ്നേഹിക്കുന്നു. ഇതാണോ അല്ലാഹു തആല? നാളെ നിനക്ക് ഖബർ വേണ്ടേ? നിന്നെ കണ്ണു ചുമ്മി മൂക്കിൽ പഞ്ഞു വെച്ച് നിന്നെ പൊതിഞ്ഞ് ഖബറിന്റെ ആഴത്തിലേക്ക് താഴ്ത്തി വെച്ചിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്ന നേരത്ത് ഉത്തരം പറയേണ്ട പെണ്ണല്ലേ മോളെ നീ? നീ ആലോചിക്കണ്ടേ, ഈ ജീവിതം കഴിഞ്ഞ് എനിക്ക് ആഖിറത്തിലേക്ക് പോകേണ്ടവളാണെന്ന്? ചിന്തിച്ചോ? ആണുങ്ങൾ ചിന്തിച്ചോ? നമ്മുടെ പയ്യന്മാർ കോളേജുകളുടെ മുമ്പിൽ വായ നോക്കി നിൽക്കുന്നവർ, ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിൽ വായ നോക്കി നിൽക്കുന്നവർ, പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നവർ, അവരെ വശംവദരാക്കാൻ മിസ്കോളും അല്ലാതെയും തോന്നിവാസം ചെയ്യുന്ന ആളുകൾക്കറിയുമോ അള്ളാഹുവിന്റെ നിയമം എന്താണെന്ന്? പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അഭിമാനബോധം വേണം. ഗീറത്ത് എന്ന് അതിന് അറബിയിൽ പറയാ, അഭിമാനബോധം വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുതിബ അല ബനി ആദമ നസീബുഹു മിനസ് സിനാ. ആദം സന്തതി മനുഷ്യൻ വ്യഭിചരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്, അവൻ വ്യഭിചരിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞതോ വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് പോകല്ല. മുദ്രികുൻ ദാലിക ലാ മഹാല, അവൻ എങ്ങനെയും അത് ചെയ്തിരിക്കുക തന്നെ ചെയ്യും, അവൻ വ്യഭിചരിക്കുന്നുണ്ട്. ചോനെ ഞാൻ വ്യഭിചരിച്ചിട്ടില്ലല്ലോ. അല്ലാഹു പറഞ്ഞു നീ വ്യഭിചരിച്ചു. എന്താ വ്യഭിചാരം? ഫല്ലൈനാനി സിനാഹുമൻ നദറു, രണ്ട് കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം നീ ഹറാമിലേക്ക് നോക്കുന്നതാണ്. നിനക്ക് വിവാഹബന്ധം അനുവദിക്കപ്പെടാത്ത അവരാണ് നിന്റെ മഹ്റമുകൾ, അവരെ നിനക്ക് നോക്കാൻ പാടുള്ളൂ. നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്ന ഏത് പെണ്ണും നിക്കാഹ് ചെയ്യുന്നവരെ നിനക്ക് മഹ്റമല്ല, നിന്റെ മേൽ മുഹറമാണ്, നിനക്ക് ഹറാമാണ്. ഹറാമിലേക്ക് നീ നോക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് ചെയ്യുന്ന സിനയാണ്. തിന്മയുടെ പിക്ചറുകൾ, വീഡിയോകൾ നോക്കുന്നത് കണ്ണുകൊണ്ട് ചെയ്ത വ്യഭിചാരമാണ്. നടന്നു പോകുമ്പോ റോഡിലൂടെ കാണുന്ന പെണ്ണിനെ നീ നോക്കിയതും നിന്റെ കണ്ണുകൊണ്ട് ചെയ്ത വ്യഭിചാരമാണ്. നിന്റെ കാതുകളും വ്യഭിചരിക്കുന്നില്ലേ? നീ മോശമായ വാർത്തകൾ കേൾക്കുന്നത് നിന്റെ കാതുകൊണ്ട് ചെയ്ത സിനയാണ്. അല്ലെ? പച്ചയായ ലൈംഗികതകൾ വളർത്തുന്ന കഥകൾ കേൾക്കുന്നത് എന്താ? നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവം എന്താ? നമ്മുടെ മക്കൾ കേൾക്കുന്നത്, കാണുന്നത് വ്യഭിചാരത്തിന്റെ കഥകളല്ലേ? തമാശ പറഞ്ഞ് എപ്പോഴാ മനുഷ്യൻ ചിരിക്കുക? അല്ലെ? മന്തിഖിന്റെ കിതാബൊക്കെ പറയും മനുഷ്യൻ ചിരിക്കുന്നത് അത്ഭുതം ഉണ്ടാകുമ്പോഴാ ചിരിക്കുക. ഇതാണ് അതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് കേട്ടോ. അത്ഭുതം ഉണ്ടാകുമ്പോ ചിരിക്കും. ഇപ്പൊ എന്തിനാ ചിരിപ്പിക്കുന്നത്? മനുഷ്യന്റെ ഔറത്തിന്റെ ഉള്ളിലെ കഥ പറയും. അല്ലെ? ചിരിപ്പിക്കണമെങ്കിൽ പെണ്ണ് അവളുടെ അച്ചടക്കമുള്ള ഭർത്തൃ ജീവിതത്തിൽ നിന്ന് ഭർത്താവിനെ വഞ്ചിക്കുന്ന കഥ പറയുമ്പോഴേ ചിരി വരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അത് പറയാനും ചിരിപ്പിക്കാനും കോമാളിത്തരം ചെയ്യാനും സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. തോന്നിവാസം പറഞ്ഞാല് ചിരി വരൂ. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം. എന്തൊരു അധപ്പതനമാണിത്! ഇത് കേൾക്കുന്നത് ഹറാമാണ്. നിന്റെ കാതുകൊണ്ട് നീ പൈങ്കിളി കഥകൾ കേട്ടു വായിച്ചത് ഹറാമാണ്. നിനക്ക് അനുവദനീയമല്ലാത്ത പെണ്ണിനോട് നീ ഫോണിൽ സംസാരിച്ചത് നിന്റെ കാതുകൊണ്ട് നീ ചെയ്ത ഹറാമാണ്. മുഅ്മിനെ, വിവാഹം നിശ്ചയിച്ചാൽ ആ പെണ്ണ് നിനക്ക് അനുവദിക്കപ്പെടുന്നില്ല. നിക്കാഹ് കഴിഞ്ഞാലേ നിനക്ക് അവളോട് സംസാരിക്കാൻ പാടുള്ളൂ. ഗൾഫുകാർക്ക് പ്രത്യേകം മനസ്സിലാക്കണം, നിശ്ചയം കഴിഞ്ഞു പോകുന്നത് നിക്കാഹ് അടുത്ത കൊല്ലാണ്, അല്ലെങ്കിൽ വരുന്ന ഏപ്രിൽ മെയ് മാസത്തിലാണ്. നിനക്ക് നിന്റെ പെണ്ണായിട്ടില്ല അവൾ നിന്റെ ഭാര്യയായിട്ടില്ല. ഖിത്ബത്തെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അവളെ വേറെ ആള് കല്യാണം കഴിക്കൂല എന്നൊരു ചെറിയൊരു കണ്ടീഷനേ ഉള്ളൂ. നിന്റെ ഭാര്യയായില്ല. അവളോട് നീ മണിക്കൂറുകളോളം സംസാരിക്കുന്നത് നിന്റെ കാതുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. നിനക്ക് സംസാരിക്കാൻ പാടില്ലാത്തവരോട് നീ സംസാരിക്കുന്നത് കാതുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര നിസ്സാരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വല്ലിസാനു, നാവിന്റെ വ്യഭിചാരം, സിനാഹുൽ കലാം,
മോശമായ കമന്റുകൾ പറയുന്നത് നാവ് ചെയ്യുന്ന വ്യഭിചാരമാണ്. മോശമായ പൈങ്കിളി കഥകൾ പറയുന്നത് നാവ് ചെയ്യുന്ന വ്യഭിചാരമാണ്. ചുംബനം, സ്പർശനം, ചുണ്ടുകൾ ചെയ്യുന്ന വ്യഭിചാരമാണ്. തൊടുന്നത്, മുസാഫാത്ത് ചെയ്യുന്നത്, ഷെയ്ഖ് ഹാൻഡ് ചെയ്യുന്നത്, അന്യ പെണ്ണിന് കൈകൊടുക്കുന്നത്, അവളെ ചാരി ഉരുമുന്നത്, നിന്റെ തൊലി ചെയ്യുന്ന വ്യഭിചാരമാണ്. വർജിലാനി തസ്നിയാൻ, നിന്റെ കാലുകൾക്കും വ്യഭിചാരമുണ്ട്. വസിനാഹുമൽ മശിയു, പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി നീ റോട്ടിൽ ഇറങ്ങുന്നതോ, കോളേജ് വിടുന്ന നേരത്ത് കോളേജിന്റെ മുറ്റത്ത് പോയി നിൽക്കുന്നതോ, ഹയർ സെക്കൻഡറി സ്കൂൾ വിടുന്ന നേരത്ത് വാ പൊളിച്ചു നിൽക്കാൻ നീ പോകുന്നതോ നിന്റെ കാലുകൊണ്ട് ചെയ്ത വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ, എല്ലാവരും തൗബ ചെയ്ത് മടങ്ങിയേക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ വിവരിക്കുന്നുണ്ട്. ഇതൊക്കെ വ്യഭിചാരമല്ലേ? ഇതൊക്കെ വ്യഭിചാരമല്ലേ? ആർക്കാണ് നമുക്ക് കൂട്ടത്തിൽ പറയാൻ പറ്റുക ഞാൻ ഈ വ്യഭിചാരം ചെയ്തിട്ടില്ലെന്ന്? നാവ് കൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്. നോട്ടം ഏറ്റവും വലിയ അപകടമല്ലേ? നോട്ടമല്ലേ അപകടം? നോട്ടമല്ലേ അപകടം? കുല്ലുൽ ഹവാദിതി മബ്ദാഹാ മിനൻ നദരി വമുഅ്ളമുൻ നാരി മിൻ മുസ്തസ്ഗരി ശറരി كم نظرة فتكت في قلب صاحبها فتك السهام بلا قوس ولا وتر والعبد ما دام ذا عين يقلبها في عين الغيد موقوف على خطر يسر مقلته ما ضر مهجته لا مرحبا بسرور عاد بالضرر. എന്തൊരു മനോഹരമായി നമ്മുടെ ഉലമാ ഈ ഹദീസിനെ വിവരിക്കുന്നത് കവിതകളിലൂടെ. എന്തൊരു മനോഹരം! കുല്ലുൽ ഹവാദിഥി, എല്ലാ തിന്മകളുടെയും തുടക്കം മബ്ദാഹാ മിനൻ നദരി, തുടക്കം നോട്ടമല്ലയോ? ഒരു കാഴ്ചയാണ്, ഒരു നോട്ടമാണ് പിന്നെ ഒളിച്ചോട്ടത്തിലേക്ക് എത്തിയത്, ഒരു നോട്ടമാണ് വ്യഭിചാരത്തിലേക്ക് എത്തിയത്. നോട്ടമല്ലേ എല്ലാത്തിന്റെയും പ്രശ്നം? അല്ലേ? കണ്ടതാണ് പ്രശ്നം. വലിയ തീ പിടിക്കുന്നത് ചെറിയ സ്പാർക്കിൽ നിന്നാണ്. അങ്ങനെയാണ്, ഒരു ഷോർട്ട് സർക്യൂട്ട്, ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുള്ളൂ, അതാണ് പിന്നെ വലിയ ഫയർ ആയിട്ട് മാറുന്നത്. നോട്ടത്തിൽ നിന്നാണ് ഫിത്നകൾ ഉണ്ടാകുന്നത് എന്ന് ചുരുക്കം. كم نظرة فتكت في قلب صاحبها فتك السهام بلا قوس ولا وتر. അമ്പെയ്ത് തറക്കുന്ന പോലെ എത്ര നോട്ടങ്ങളാണ് ചില ആളുകളുടെ കൽബിൽ പോയി തറച്ചിരിക്കുന്നത്. والعبد ما دام ذا عين يقلبها في أعين الغيث موقوف على خطر. ഒരു മനുഷ്യൻ കണ്ണിങ്ങനെ തിരിച്ചും മറിച്ചും സുന്ദരികളായ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണ്. വല്ലഅബ്ദു, ഒരു മനുഷ്യൻ, കണ്ണ് എന്ന അല്ലാഹു ചെയ്ത നിഅമത്തിൽ അവൻ എപ്പോഴും തിരിച്ചും മറിച്ചും നോക്കുന്നത്. ഗീദ് എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള പെണ്ണുങ്ങൾ, അവരുടെ കണ്ണിലേക്ക്, അവരുടെ മുഖത്തേക്ക് തിരിച്ചും മറിച്ചും നോക്കുന്ന കണ്ണുള്ള മനുഷ്യ, നീ മനസ്സിലാക്കണം, മൗഖൂഫുൻ അലാ ഖതരി, അപകടത്തിന്റെ ഡേഞ്ചറിന്റെ വക്കിലാണ് നീ നിൽക്കുന്നത്. യസുറു മുഖലതഹു മദറ മുഹജതഹു, തന്റെ റൂഹിന് ഉപദ്രവം ചെയ്യുന്ന പണിയാണ് തന്റെ കണ്ണിന് സന്തോഷം കിട്ടാൻ അവൻ ചെയ്യുന്നത്. ലാ മർഹബൻ ബിസുറൂരിൻ ആദ ബിൽമറരി, ഈ കണ്ണിന്റെ കാഴ്ച കൊണ്ട് സന്തോഷം തോന്നുന്നത് ശരിയാണ്, പക്ഷേ നീ ആയിത്തീരുന്നത് ഹറാമിലേക്കല്ലേ, കുറ്റമല്ലേ ചെയ്യുന്നത്. എന്തിനാണ് തിന്മ വരുത്തി വെക്കുന്ന സന്തോഷത്തിന് എന്ത് സ്വാഗതം പറയണം? കവി ചോദിക്കുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇമാമുന തബരി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, ഇയ്യാകും വൽ ഖൽവത ബിന്നിസാ, പെണ്ണുങ്ങളുടെ കൂടെ നിങ്ങൾ ഒറ്റക്കായി പോകുന്നത് ശ്രദ്ധിക്കണേ. ഇയ്യാകും, അമ്മായിയുടെ മകനാകാം, മൂത്താപ്പയുടെ മകനാകാം. ഒരു പെണ്ണിന് അമ്മായിയുടെ മകനോ അമ്മാവന്റെ മകനോ മൂത്തമ്മയുടെ മകനോ എളാപ്പയുടെ മകനോ മഹറമല്ല മുഅ്മിനെ, കാണൽ ഹറാമായവരാണ്. വീട്ടിലൊറ്റക്കാക്കരുത്, ഒറ്റക്ക് യാത്ര ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ ദീനാണ് മുഅ്മിനെ നമ്മൾ പറയുന്നത്. ലാ യഖ്ലുവൻ ഇയ്യാകും വൽ ഖൽവത ബിന്നിസാ. സുബ്ഹാനല്ലാഹ്,
നിങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത് ഒറ്റക്കായി പോകരുത്. ആര്? ഭാര്യയല്ലാത്തൊരു പെണ്ണ്, തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ ഒറ്റക്കൊരു സ്ഥലത്ത് ആകാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അറഅയ്തൽ ഹംവാ, ഭർത്താവിന്റെ സഹോദരൻ നബിയേ, എന്റെ ജ്യേഷ്ഠന്റെ പെണ്ണാണ്, അപ്പൊ ഞാൻ അനിയൻ, എനിക്ക് പോയിക്കൂടെ? ഭർത്താവിന്റെ സഹോദരൻ മരണമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതും കൂടെ പറ്റില്ല, അതിഗുരുതരമാണ് എന്നർത്ഥം. കാരണം തെറ്റിദ്ധാരണാജനകമായ രീതിയിലായിരിക്കില്ല അവരുടെ പെരുമാറ്റം, പക്ഷെ അപകടങ്ങൾ ഉണ്ടാകും.